സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. സ്ക്രീനും എന്നെ കൂടെ ഒരുമിച്ച് സ്ക്രീനും ഫേസും കൂടെ ഒരുമിച്ച് വരുമോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാമേ. കുറച്ചാളുകളെ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അധികം ആളുകൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. എൻ്റെ പേര് അർക്കനന്ദിനി എന്നാണ്. ഞാനിപ്പോ കോഴിക്കോട് ലോ കോളേജിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. നേരത്തെ നമ്മുടെ കോളേജിൽ ഞാൻ നമ്മുടെ കോളേജിലാണ് പഠിച്ചത്. ട്രിവാൻഡ്രം ലോ കോളേജിലാണ് പഠിച്ചത്. 21 പാസ് ഔട്ടാണ്. പിന്നെ നേരത്തെയും IPCയുടെ സെക്ഷൻസ് സഖ്യ സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം 1 മണിക്കൂറിൽ എന്തായാലും തീരില്ല. നമുക്ക് മാക്സിമം സ്പീഡിൽ പോകാം. നിങ്ങൾക്ക് ഇതൊരു 2 സെഷനായിട്ട് കണ്ടക്ട് ചെയ്താൽ കംഫർട്ട് ആയിരിക്കുമോ? അതായത് ഇപ്പൊ നമുക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി ഒഫൻസസ് പിന്നീട് ഒരു വട്ടം എടുക്കാനായിട്ട് കംഫർട്ട് ആണെങ്കിൽ നമുക്ക് മാക്സിമം റഷ് ഇല്ലാണ്ട് പോവാം. ഓക്കെ, കൂടുതൽ ആളുകൾ തംസപ്പ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം എടുത്തതിന് ശേഷം ഒഫൻസുകൾ നമുക്ക് വേറൊരു സെക്ഷനായിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പം 2025 IPC എന്നാണ് IPCയുടെ വർഷം. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. എന്നായിരുന്നു IPCയുടെ വർഷം ഏതാണ്? IPC 1860 നമ്മുടെ IPC. ഇപ്പൊ ഉണ്ടോ IPC അറ്റ് പ്രസന്റ് സ്റ്റേജ്? 2024 ഫെബ്രുവരി 1 IPC ആണോ ആപ്ലിക്കബിൾ? അല്ല. ഇപ്പൊ ഏതാണ്? നമുക്ക് ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ വർഷം ഏതാ? 2000 എത്ര പറഞ്ഞു? 24 ആണോ? 23. ഇത് എന്താണ് നമ്മുടെ ഇനാക്ട് ചെയ്തത് 23 ആണ്. എഫക്റ്റിൽ വന്നത് 24 ആണെങ്കിലും 24 ജൂലൈ 1 എഫക്റ്റിൽ വന്നതെങ്കിലും വർഷം പറയുമ്പോൾ നമ്മൾ IPC 1860 എന്ന് പറയുന്നത് പോലെ BNS പറയുമ്പോൾ 2023 എന്ന് വേണം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് IPC ആണ് ഇപ്പൊ എക്സാമിനെന്നാണ് നമ്മുടെ സുബോധ് പറഞ്ഞത്. സോ നമ്മൾ IPCയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പോകാം. നമുക്ക് ടോട്ടൽ 511 സെക്ഷൻസ് ആണ് IPC 1860 പറഞ്ഞേക്കുന്നത്. ഓക്കെ, IPC എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് ക്രൈം? എന്താണ് ക്രൈം? നമ്മൾ ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോങ്സിന്റെ കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. ബേസിക്കലി നമുക്ക് റോങ്സിനെ 2ആയിട്ട് തിരിക്കാം. വൺ ഈസ് ക്രിമിനൽ റോങ് ആൻഡ് അതർ ഈസ് സിവിൽ റോങ്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ടോർട്ടൊക്കെ പഠിച്ചു കാണും. അപ്പൊ ടോർട്ട് ഈസ് എ സിവിൽ റോങ് എന്ന് പറഞ്ഞ് പഠിച്ചു കാണും. അപ്പം സിവിൽ ആയിട്ടുള്ളതും ഉണ്ട്, ക്രിമിനൽ ആയിട്ടുള്ള റോങ്സും ഉണ്ട്. ക്രിമിനൽ റോങ്ങിൽ ബേസിക്കലി എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ആക്ട്, മറ്റൊന്ന് ഒമിഷൻ. ചില ആക്ടുകൾ നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് പറയുകയാണ്. ആ ആക്ടുകൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഒരു ഇല്ലീഗൽ ഒമിഷൻ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് പറയുന്ന ആക്ടുകൾ ചെയ്താൽ അതൊരു ഇല്ലീഗൽ ആക്ടും, ചെയ്യണമെന്ന് പറയുന്ന ആക്ടുകൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഇല്ലീഗൽ ഒമിഷനോ. അപ്പം പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടുകളും ഇല്ലീഗൽ ഒമിഷൻസും ഒക്കെ ചേരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഒഫൻസസ് എന്ന് പറയുന്നത്. ഒഫൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ആർ സർട്ടൺ ഇല്ലീഗൽ ആക്ട്സ് ആൻഡ് ഇല്ലീഗൽ ഒമിഷൻസ്. അങ്ങനെ പല ഈ പറയുന്ന ആക്ടുകളും ഒമിഷൻസും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണിഷ്മെന്റ്സ് ഒക്കെ തരുന്ന കുറച്ച് ലോകളെയാണ് നമ്മൾ എന്ത് ലോ എന്ന് പറയാം? പീനൽ ലോസ് എന്ന് പറയാം. പീനൽ ലോസ്. അതിലൊരു പീനൽ ലോ ആണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്. ഇനി ഇതിന്റെ ഒരു എവല്യൂഷൻ ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഇന്ത്യയിലെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പണ്ട് രാജാക്കന്മാരുടെ ഭരണമൊക്കെ ആയിരുന്നു. അപ്പം ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ
അവരെന്താണ് ബേസിക്കലി നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡയർ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പണ്ട് എന്ത് സ്റ്റേറ്റ് ആയിരുന്നു? പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു. പോലീസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളി ഫംഗ്ഷൻ ഈസ് ടു എന്താണ് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ്. ആകെ എന്താണ് ക്രമസമാധാന പാലനം എന്ന് പറയാം അല്ലെ. ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് മാത്രമായിരുന്നു ആദ്യത്തെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അവരെന്തൊക്കെയായിരിക്കും ചെയ്യുക? ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ മേത്തേക്ക് വയലൻസ് ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് പ്രൊട്ടക്ഷൻസ് മാത്രമായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേറ്റിൽ ആരുടെ ഫംഗ്ഷൻ, ഈ പറയുന്ന രാജാവിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അന്ന് എന്താണോ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ആകെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് മാത്രമായിരുന്നു. അതാണ് അവരുടെ സോവറിൻ ഫംഗ്ഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാം. പക്ഷെ നമുക്കറിയാം പിന്നീട് ലേസസ് ഫെയർ വന്നു, നമ്മളുടെ ഒരു എന്താണ് ഗവൺമെന്റൽ ഇന്റർവെൻഷൻസ് കൂടി. ലേസസ് ഫെയർ ഒക്കെ കേട്ടുണ്ടോ നിങ്ങൾ? നമ്മള് ട്രിവാൻഡ്രം GLC-ക്കാര് BA പഠിക്കുന്ന ആളുകളാണല്ലോ, അപ്പൊ പിന്നെ പൊളിറ്റിക്സ് പഠിച്ചിട്ടില്ലേ? പൊളിറ്റിക്സിൽ പഠിച്ചോ ലേസസ് ഫെയർ? പഠിച്ചില്ല? ഏത് സെമ്മാണ് നിങ്ങൾ ഏത് സെമ്മാ? ഓക്കെ ഓക്കെ. അല്ല നിങ്ങൾ ഇപ്പൊ ഏത് സെമ്മാ നിങ്ങള്? ഫോർത്ത് സെം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയില്ലേ? ഓക്കെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് പ്രൊവിഷൻസ് പറയാൻ വേണ്ടിയിട്ടാട്ടോ സെമ്മ ചോദിച്ചേ. എനിവേസ് നമുക്ക് ലേസസ് ഫെയർ എന്താണെന്ന് പറയാം. ലേസസ് ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റൽ ഇന്റർവെൻഷൻ എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ആകെപ്പാടെ മനുഷ്യന്മാർക്ക് തമ്മിൽ തമ്മിൽ വയലൻസ് ഒക്കെ ഉണ്ടായാലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മാത്രമേ സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്യുള്ളൂ. അതായത് തമ്മിൽ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാതിരിക്കുക, മാക്സിമം എന്താ നമ്മുടെ സ്റ്റേറ്റില് ഒരു വയലൻസ് ഇല്ലാത്തൊരു സ്റ്റേജ് വരിക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു നേരത്തെ ആ ഒരു പേർപ്പസ് എന്ന് പറയാം. പക്ഷെ പിന്നീട് ഈ ഒരു പോലീസ് സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് വന്നപ്പോഴത്തേക്കും മാക്സിമം വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആയി സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോ സ്റ്റേറ്റ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം നമുക്ക് എന്താ, ഒരു കുട്ടി ജനിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽസിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതേപോലെ ആണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു വരുന്ന സമയത്ത് ന്യൂട്രീഷൻസ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും കുട്ടിക്കുള്ള ന്യൂട്രീഷൻസിന് വേണ്ടി നമ്മൾ അംഗനവാടീസ് അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോൾ എലിമെന്ററി എഡ്യൂക്കേഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങിയല്ലോ, ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്താണെങ്കിൽ നമ്മുടെ എലിമെന്ററി സ്റ്റേജ് എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ 21A ഈ പറയുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഹയർ എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതികളിൽ ആളുകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ഏതാണ്? ഗവൺമെന്റ് ലോ കോളേജ് ആണ്. എന്തിനാണ് അത്? ചെലവ് കുറഞ്ഞതുകൊണ്ടല്ല അങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. ഈ ഒരു എമൗണ്ടിൽ ആളുകൾക്ക് പഠിക്കാൻ, മാക്സിമം ആളുകൾക്ക് എന്താണ് ഈ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ള ഒരു പർപ്പസ് കൊണ്ടാണ് അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽസ്, ഫ്രീ ഹോസ്പിറ്റൽസ് എന്നല്ല, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്സ് ഫ്രീ ആണ്. അതേപോലെ തന്നെ ഒരുപാട് പിന്നെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കട, അതേപോലെയുള്ള ഒരുപാട് സിസ്റ്റംസ് ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസും ഉണ്ട്, ഇങ്ങനെയുള്ള വെൽഫെയർ സ്റ്റേറ്റും കൂടെ ഉണ്ട്. ഞാൻ വെൽഫെയർ സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇപ്പം വെൽഫെയർ സ്റ്റേറ്റിന്റെ അടിയിൽ വരുമ്പോഴത്തേക്കും ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് പറയുന്നത് ആരുടെ ഒരു ഏരിയ ആയിട്ട് മാറി? കൂടുതൽ പോലീസ്, ഡിഫൻസ് അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രമായി ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് ആ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് വരുമ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കാനുള്ള കുറെ പീനൽ ലോസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇന്ത്യൻ പീനൽ കോഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്, നാർക്കോട്ടിക്സ് എന്താണ് NDPS ആക്ട് ഉണ്ട്, പിന്നെ ഏതൊക്കെ ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, അങ്ങനെ കുറെ ആക്ടുകൾ നമുക്ക് പീനൽ പ്രൊവിഷൻ, അതായത് പണിഷ്മെന്റും കൂടെ പറയുന്ന കുറെ ഒഫൻസുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ എവല്യൂഷന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയില് നമുക്ക് പണ്ട് ഈ മനുസ്മൃതിയൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാരും മനുസ്മൃതി കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മൾ ഇടയ്ക്ക് കത്തിക്കുകയൊക്കെ ചെയ്തില്ലേ ഇടയ്ക്ക്? അതിനകത്ത് കുറെ അൺവാണ്ടഡ് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മനുസ്മൃതിയിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ കുറെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ലോകളുടെ കുറെ ഒരു
പ്രിമച്വർ ഫോം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ മനുസ്മൃതിയിലെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഈ മനു എന്ന് പറയുന്ന ആള് കുറെ ഒഫൻസുകളുടെ കാര്യമൊക്കെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. എന്താണ് തെഫ്റ്റ്, റോബറി, പിന്നെന്താണ് എവിഡൻസുകൾ, ഫോൾസ് എവിഡൻസുകൾ, അല്ലെങ്കിൽ അഡൽട്ടറി, റേപ്പ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ ഒരു പ്രിമച്വർ ഫോം ആയിട്ട് മനുസ്മൃതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഏൻഷ്യന്റ് പീരീഡ് ആണ് ഈ മനുസ്മൃതിയുടെ ഒക്കെ കാര്യം. പിന്നീട് രാജാവ് വന്നു. അപ്പം സോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ രാജാവായി. രാജാവിന് പിന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണമെങ്കിൽ ജഡ്ജിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ് തന്നെ ആയിരിക്കും ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിൽ വരിക. പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് കുറെ ഇൻവേഡേഴ്സ് വന്നു, പോർച്ചുഗീസ് വന്നു, അതിനുശേഷം മുസ്ലിംസ് വന്നു. അപ്പോഴത്തേക്കും പിന്നെ കുറെ ഏരിയാസിലേക്ക് മുസ്ലിം ലോസ് ആയി. അപ്പൊ അറബ് നിയമങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയില് കുറച്ച് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അറബ് പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല, എന്നിരുന്നാലും കുറെ നിയമങ്ങൾ വന്നു. പിന്നീട് എന്ത് വന്നു, ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ബ്രിട്ടീഷ് രാജ്. ബ്രിട്ടീഷ് രാജ് വന്നപ്പോഴത്തേക്കും ആ ഒരു ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് റൂൾസ് അല്ലെ അങ്ങനെയുള്ള പണിഷ്മെന്റും അങ്ങനെയുള്ള ലോസും ഇന്ത്യയിലേക്ക്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സും ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് ഫസ്റ്റ് ലോ കമ്മീഷന്റെ ഭാഗമായിട്ട് എന്ത് വന്നത്, ലോർഡ് മക്കൗളെ ചെയർമാനായിട്ട് ഒരു ഫസ്റ്റ് ലോ കമ്മീഷൻ വന്നു. അവരൊരു പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്തു. ആ പീനൽ കോഡാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡായിട്ട് മാറിയത്. സ്പീഡ് കൂടുതലാണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതൊരു ഇൻട്രൊഡക്ടറി പാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡായിട്ട് പറയുന്ന കേട്ടോ. അപ്പം ലോർഡ് മെക്കോളെ ആണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് ലോ കമ്മീഷൻ വഴിയാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ഇന്ത്യൻ പീനൽ കോഡ് വന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ ഇൻട്രൊഡക്ടറി പാർട്ട് എഴുതുമ്പോൾ ഇപ്പം ഇനി എക്സാം എഴുതുമ്പോൾ എഴുതേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്. ഈ 1860 വന്ന ഇന്ത്യൻ പീനൽ കോഡ് വാസ് റീപ്ലേസ്ഡ് ബൈ ഭാരതീയ ന്യായ സംഹിത ഓഫ് 2023 ഓൺ July 1st, 2024. ആ കാര്യം കൂടെ എഴുതി കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള കാര്യമായി. ഇനി നമ്മൾ ക്രൈമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണേ. ഓക്കെ, നമ്മൾ ക്രൈമിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ക്രൈമിന് ബേസിക്കലി നമ്മൾ 2 എലമെന്റ്സ് ആയിട്ട് പറയാറുണ്ട്. 2 എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫിസിക്കൽ എലമെന്റും ഒരു മെന്റൽ എലമെന്റും ഉണ്ട്. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് സ്ക്രീൻ ഇടുകയാണേ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, ഓഡിബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് പറയണേ. കാര്യം ഞാൻ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ തംസപ്പെടുന്ന ഒന്നും കാണില്ല. ഓക്കെ, അപ്പം നമുക്ക് ബേസിക്കലി 2 എലമെന്റ്സ് ആണ്. ഒരു ഫിസിക്കൽ എലമെന്റും ഉണ്ടാവണം, ഒരു മെന്റൽ എലമെന്റും ഉണ്ടാവണം. അതില് ഫിസിക്കൽ എലമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ടസ് റിയസ് ആൻഡ് മെന്റൽ എലമെന്റിന് പറയുന്നതാണ് മെൻസ് റിയ. അതിന് നമ്മളൊരു മാക്സിം പറയാറുണ്ട്, ആക്ടസ് നോൺ ഫാസിഡ് റിയം നിസി മെൻസിഡ് റിയ. എന്ന് വെച്ചാൽ എന്താണ്, ഒരു മെന്റൽ എലമെന്റ് ഇല്ലാണ്ട് വരുന്ന ഒരു ആക്ട് ഒരിക്കലും എന്തല്ല, ഒഫൻസ് അല്ല എന്നുള്ളതാണ്. an act without a mental element an act without a mental element is not an offense എന്നുള്ളതാണ് ആക്ടസ് നോൺ ഫാസിഡ് റിയം നിസി മെൻസിഡ് റിയ. അപ്പൊ ഒരു ഒഫൻസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫിസിക്കൽ ആൻഡ് മെന്റൽ എലമെന്റ് ഓഫ് ക്രൈം. ഇപ്പൊ ആലോചിക്കുകയാണ്, എനിക്കൊരു ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ട്. എനിക്ക് ഇതിനകത്ത് പേര് അറിയാവുന്നത് സുബോധിന്റെ ആണ്. അപ്പൊ ഞാൻ സുബോധിനെ വെച്ചാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പം എനിക്ക് സുബോധിനെ കൊല്ലണമെന്ന് എനിക്ക് വളരെ ഇന്റന്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഇന്റൻഷൻ ഉണ്ട് സുബോധിനെ അപകടപ്പെടുത്തണമെന്ന്. പക്ഷെ എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതല്ലാതെ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട്, ഇത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഫൻസ് ആണോ? അത് ഒഫൻസ് അല്ല. ഒരിക്കലും മെന്റൽ എലമെന്റ് മാത്രം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ക്രൈം ആയി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ബോംബ് വെച്ച് തകർക്കാൻ തോന്നാറുണ്ടല്ലോ. എന്നും പറഞ്ഞ് നമ്മൾ ബോംബ് പോയി വാങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് തകർക്കാൻ വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗിൽറ്റി മൈൻഡ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഗിൽറ്റി മൈൻഡ് ഉണ്ട്. പക്ഷെ അവിടെ ആക്ടസ് റിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു ഒഫൻസ് ആയിട്ട് മാറുന്നില്ല. ഇനി ആക്ടസ് റിയസ് മാത്രമുള്ള കേസുകളും ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുകയാണ്, ഞാൻ പ്രോപ്പർ കോഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടും റോഡ് തെറ്റായിട്ട് ക്രോസ് ചെയ്ത ഒരാളെ ഞാൻ പോയി ഇടിച്ചു. അപ്പൊ എനിക്ക് അവിടെ ആക്ടസ് റിയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ എന്തുണ്ടായിരുന്നില്ല, മെൻസ്രിയ ഉണ്ടായിരുന്നില്ല. മെൻസ്രിയ മീൻസ് ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആക്ടസ് റിയസും മെൻസ്രിയയും ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്താവുള്ളൂ, അവിടെ ഒരു ഒഫൻസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. ആക്ടസ് റിയസ് ഇല്ലാതെ
മെൻസ്ട്രിയ ഉണ്ടാവാം, മെൻസ്ട്രി ഇല്ലാണ്ട് ആക്ടസ് റിയസും ഉണ്ടാവാം. ഇത് രണ്ടും പൊതുവേ നമ്മൾ എന്ത് പറയാറില്ല, ഒഫൻസ് ആയിട്ട് പറയാറില്ല. പക്ഷെ രണ്ടും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ദാറ്റ് ഇസ് ആൻ ഒഫൻസ് എന്ന് നമ്മൾ പറയാം. Before a criminal trial can occur, two fundamental elements of a case must be demonstrated. First one is actus reus and second one is mens rea. Actus reus എന്ന് പറയുമ്പോൾ ഗിൽറ്റി ആക്ട്, അതെന്താണ്, ഫിസിക്കലി കമ്മിറ്റിംഗ് ദ ക്രൈം ആണ്. അത് വോളണ്ടറി ആക്ട് ആയിരിക്കണം, അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിനെ ആയിരിക്കണം ഈ ആക്ടസ് റിയസ് എന്ന് പറയാം. അല്ലാണ്ട് മറ്റൊരാളെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആക്ടിനെ അല്ല പൊതുവെ എന്ത് പറയുക, ആക്ടസ് റിയസ്. പൊതുവെ എന്ന് ഞാൻ പറയുന്നത് ജനറലി എന്നുള്ള വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ലോയില്. കാര്യം മെജോറിറ്റി കേസസിലും ഇങ്ങനെയാണ്, പക്ഷെ എക്സെപ്ഷണൽ കേസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാം, ഈ ജനറലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഗിൽറ്റി ആക്ട്, physically committing the crime, and it must be voluntary act and it can voluntary act. ചില സമയങ്ങളിൽ നമ്മൾ പ്രോപ്പർ കോഷൻ ആൻഡ് കെയർ, ഇപ്പൊ ഞാൻ നേരത്തെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ആ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ട കുറച്ച് റീസണബിൾ കെയർ ആൻഡ് കോഷൻ ഉണ്ട്. ഇത് ഞാൻ ആസ് എ ഡ്രൈവർ ഞാൻ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം റീസണബിൾ ആയിട്ടുള്ള കെയറും കോഷനും ഞാൻ എടുത്തില്ലെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ എമൗണ്ട് ടു ഇല്ലീഗൽ ഒമിഷൻ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലീഗൽ ആക്ടിന്റെ ഇല്ലീഗൽ ഒമിഷന്റെ കാര്യം വരുന്നത്. അപ്പൊ അവിടെ അതും നമുക്ക് എന്തായിട്ട് പറയാം, ഇല്ലീഗൽ ഒമിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി മെൻസ് റിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ ഗിൽറ്റി മൈൻഡ്. എന്താണ്, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ ഒരു മെന്റൽ എലമെന്റിനെയാണ് ഗിൽറ്റി മൈൻഡ് അല്ലെങ്കിൽ മെൻസ് റിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് what was happening when the crime was committed and what the consequences would be. ഒരു ഗിൽറ്റി മൈൻഡ് ഒരാൾക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ബേസിക്കലി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ആ ഒരു സർക്കംസ്റ്റൻസ് എന്താണ്, താൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആക്ട് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഒക്കെ ആൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു മെന്റൽ കാപ്പബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെന്റൽ കപ്പാസിറ്റി ആൾക്കുണ്ടോ എന്നുള്ളതാണ് മെൻസ് റിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കും. ജനറൽ എക്സെപ്ഷൻസ് നമ്മൾ പറയാൻ പോണ കാര്യമാണ്, കുട്ടികൾക്ക് ക്രൈം ചെയ്യാൻ പറ്റില്ല. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ നമ്മളൊരു പേര് വിളിക്കും, ഡോളി ഇൻകപ്പാക്സ് എന്നൊക്കെ ഉള്ള പേര് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ നടക്കാൻ പോകുന്നത് ഒരു കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ ഈ നടക്കാൻ പോണത് ഒരു റോബറി ആണെന്നോ ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി ഇല്ല. അതേപോലെ തന്നെ ഇൻസെയിൻ പേഴ്സൺസ്, അതായത് മാനസികമായിട്ട് മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മനോനില തെറ്റിയ ആളുകൾ എന്ന് പറയില്ലേ, അങ്ങനെ ഇൻസെയിൻ ആയിട്ടുള്ള ആളുകൾക്കും അവര് നിൽക്കുന്ന സർക്കംസ്റ്റൻസ് എന്താണ്, അവർ ചെയ്യാൻ പോണ ആക്ടിന്റെ ഗ്രാവിറ്റി എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ഇല്ല എന്ന് പറയും, മെൻസ് റിയ ഇല്ല എന്നൊക്കെ പറയാം. അതാണ് ജനറൽ എക്സെപ്ഷൻ നമ്മൾ പറയാൻ പോണത്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ആക്ടസ് റിയസ് മെൻസ് റിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോണില്ല. പിന്നെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോ ടോർട്ട് പഠിച്ച സമയത്ത് കുറച്ച് ലയബിലിറ്റി, ഓക്കെ ഇതെന്റെ സ്ക്രീനിൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കാണ്. ഇത്രയും പറഞ്ഞത് സ്പീഡ് കൂടുതൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ലയബിലിറ്റീസിന്റെ കാര്യം പറയാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ബാധ്യത എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മളൊരു സിവിൽ റോങ് ആണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടായി എന്ന് പറയാം. അതുപോലെ ഒരു ക്രിമിനൽ ആക്ട് ആണ് ചെയ്തെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായി എന്ന് പറയാം. നിങ്ങളിപ്പോ ടോർട്ട് പഠിച്ച സമയത്ത് തന്നെ പല പല ലയബിലിറ്റീസ് പഠിച്ചു കാണും. ഫോർ എക്സാമ്പിൾ വൈക്കേരിയസ് ലയബിലിറ്റി പഠിച്ചോ? വൈക്കേരിയസ് ലയബിലിറ്റി പഠിച്ചു. ഓക്കെ, ഒരു കോൾ വന്നേ. ഓക്കെ, വൈക്കേരിയസ് ലയബിലിറ്റി പഠിച്ചു. അപ്പൊ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ പേഴ്സൺ ഈസ് ബിക്കമിങ് ലയബിൾ ഫോർ ദി ആക്ഷൻ ഓഫ് അനദർ പേഴ്സൺ. ഒരാള് മറ്റൊരാളുടെ ആക്ഷന് ലയബിൾ ആവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റിയിൽ പറയാറ്. നമ്മൾ പൊതുവെ ജനറലി ക്രിമിനൽ ലയബിലിറ്റിയുടെ കാര്യം പറയുമ്പം നമ്മൾ പറഞ്ഞു ബേസിക്കലി 2 എലമെന്റ് വേണം. ഏതൊക്കെയാണ്? നമ്മുടെ ആക്ടസ് റിയസും മെൻസ് റിയ ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്ത ആക്ടിനെ പോലും നമ്മൾ എന്തായിട്ട് പറയുള്ളൂ? ഒഫൻസ് ആയിട്ട് പറയുള്ളൂ. സോ ഒരാൾ ചെയ്യുന്ന ആക്ട് അയാൾ തന്നെ ലയബിൾ ആവാൻ ഈ എലമെന്റ്സ് വേണം. അപ്പൊ പിന്നെ ക്രിമിനൽ ലയബിലിറ്റിയിൽ പൊതുവെ ഒരാൾ ചെയ്യുന്ന ആക്ടിന് അയാൾ തന്നെയാണ് ലയബിൾ ആവേണ്ടത്. ഫോർ ആൻ ആക്ട് കമ്മിറ്റഡ് ബൈ ഹിംസെൽഫ് ഹി ഈസ് ബിക്കമിങ് ലയബിൾ. പക്ഷേ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. വൈക്കേരിയസ് ലയബിലിറ്റി വരുന്ന കുറച്ച് കേസസ് ഉണ്ട്. ആ കേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ അത് നമ്മൾ ഒഫൻസിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. എന്നിരുന്നാലും
ഇപ്പൊ അതിനകത്ത് വരുന്നൊരു സാധനമാണ് ജോയിന്റ് ലയബിലിറ്റി. ഇപ്പൊ ഞാനും ഇപ്പൊ ഇതിനകത്ത് പേര് കാണാൻ പറ്റുന്ന തരുണുണ്ട്, ചിന്മയി. ഇപ്പൊ ഞാനും തരുണും ചിന്മയും കൂടെ ഒരു കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. സപ്പോസ് നമുക്ക് അരുണിനെ കൊല്ലാം എന്നും പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് കുറെ കാര്യങ്ങൾ എയ്ഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പോയി കൊല്ലുന്നത് ഞാനാണ്. അരുണിനെ കൊല്ലാൻ പോകുന്നത് ഞാനാണ്. ഞാൻ അരുണിനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണോ ലയബിലിറ്റി, അതോ തരുണിനും ചിന്മയ്ക്കും ലയബിലിറ്റി ഉണ്ടാവുമോ? അതാണ് ക്വസ്റ്റ്യൻ. ലയബിലിറ്റി ഉണ്ടാവുമോ? ജനറലി ക്രൈമിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഒരാൾ ചെയ്യുന്ന ആക്ടിന് അയാൾ മാത്രമാണ് ലയബിൾ എന്ന് പറഞ്ഞു. ഇവിടെ തരുണും ചിന്മയും ആക്ട് ചെയ്തിട്ടില്ല. ലൈക്ക് ദേ ഡോണ്ട് ഹാവ് എനി ആക്ടേഴ്സ് റിയസ്. പക്ഷെ അവര് ലയബിൾ ആവുമോ? ഓടെ യെസ്, അവർക്ക് മെൻസ്ട്രേ ഉണ്ടായിരുന്നു. ആക്ടേഴ്സ് റിയസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അവർക്ക് ആസ് സച്ച് അവർക്ക് ആക്ടേഴ്സ് റിയസ് ഇല്ല. പക്ഷെ ഇവരുടെ കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത ഞാൻ പോയിട്ട് അവിടെ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്തു. സോ നൗ ദേ ആർ ഹാവിങ് എ ജോയിന്റ് ലയബിലിറ്റി ആസ് വെൽ ആസ് എ വൈക്കേരിയസ് ലയബിലിറ്റി. അവർക്ക് അവിടെ ഒരു വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്, അതുപോലെ അവർക്കൊരു ജോയിന്റ് ലയബിലിറ്റി ഉണ്ട്. ഈ ജോയിന്റ് ലയബിലിറ്റിയുടെ കാര്യം നമ്മൾ പറയുന്നത് സെക്ഷൻ 34 ഓഫ് IPC-യിലാണ്. ഞാൻ സ്ക്രീൻ വീണ്ടും ഷെയർ ചെയ്യാമേ. സ്ക്രീൻ കാണാലോ അല്ലേ? സോ ഓക്കെ. അപ്പൊ ഈ കോമൺ ഇന്റൻഷൻ ആൻഡ് ജോയിന്റ് ലയബിലിറ്റി അണ്ടർ സെക്ഷൻ 34 ഓഫ് IPC, അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ജോയിന്റ് ലയബിലിറ്റി വരണമെങ്കിൽ അവിടെ എന്തായാലും ഒരാളാണെങ്കിൽ നമുക്ക് ജോയിന്റ് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. മിനിമം എത്ര പേര് വേണം? 2 പേര് അവിടെ ഉണ്ടായിരിക്കണം. 2 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ സെക്ഷൻ 34 കംപ്ലൈന്റ് ചെയ്തു എന്ന് പറയാം. ദർ മസ്റ്റ് ബി കമ്മീഷൻ ഓഫ് എ ക്രിമിനൽ ആക്ട് ബൈ 2 or more person. 2 അതിൽ കൂടുതൽ ആളുകളോ ജോയിൻ ചെയ്തൊരു ക്രൈം കമ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ദർ മസ്റ്റ് ബി എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഷെയർഡ് എ കോമൺ ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം. അതായത് ഇവര് തമ്മിൽ എന്തോ ഒരു കോമൺ ഇന്റൻഷൻ ഉണ്ട് എന്ന് കാണിക്കാനുള്ള തെളിവ് അവിടെ ഉണ്ടായിരിക്കണം. അവിടെ കോൺസ്പിറസി ഉണ്ടായിരുന്നെന്നോ, അല്ലെങ്കിൽ അവിടെ ഒരു അബറ്റ്മെന്റോ, അല്ലെങ്കിൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് അവിടെ കാണിക്കണം. അതുപോലെ ഈച്ച് അക്യൂസ് മസ്റ്റ് ഹാവ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി കമ്മീഷൻ ഓഫ് ദി ആക്ട്. മിയർ പ്രസൻസ് ഓഫ് ദ സീൻ ഓഫ് ദ ക്രൈം ഈസ് നോട്ട് സഫീഷ്യന്റ്. അതായത് ഞങ്ങൾ 3 പേര്, ഞാനും ചിന്മയും തരുണും കൂടെ പ്ലാൻ ചെയ്തു എന്നുള്ള കാണിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യമാണ്. അതായത് വെറുതെ ഞാൻ പോയി പറഞ്ഞാൽ പറ്റില്ല, ചിന്മ ഇതിനകത്ത് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ ജോയിന്റ് ലയബിലിറ്റി ഓഫ് ഓൾ ദ അക്യൂസ് ഫോർ ദി എൻറ്റയർ ആക്ട്, ഈച്ച് പേഴ്സൺ ടു ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഇൻഡിവിജ്വലി. ഇപ്പം ഞാനാണ് പോയി അവിടുത്തെ ആക്ടേഴ്സ് റിയസ് കമ്മിറ്റ് ചെയ്തതെങ്കിലും ബാക്കി 2 പേരും ആക്ട് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും കോടതി കേസ് എടുക്കാൻ പോവാ. ഈ കേസ് പറയുമ്പോഴത്തേക്കും ഒരു ഫേമസ് കേസ് ഉണ്ട്. കേസിന്റെ പേര് എം എച്ച് ജോർജിന്റെ കേസ്. ഒരു മിനിറ്റ്, കേസിന്റെ പേര് നോക്കട്ടെ. നമ്മൾ എളുപ്പത്തിൽ പറയുന്ന പേരെന്ന് പറയുന്നത് പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് എന്നാണ്. കേസിന്റെ ഒറിജിനൽ പേര് ബരേന്ദ്രകുമാർ. ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ മറന്നു. ബരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് കിങ് എംബറർ. ബരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് കിങ് എംബറർ എന്ന് പറയുന്ന കേസാണ്. ഈ കേസിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ്. ഇതിനകത്ത് കുറച്ച് ആളുകൾ റോബറിക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്കിൽ കയറുകയാണ്. അപ്പൊ അതിനകത്ത് എത്ര പേരാണ്? 4 പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. accused along with 3 other people had breached a post office. അപ്പം മൊത്തം 4 പേര് ഒരു പോസ്റ്റ് ഓഫീസ് റോബ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ്. അപ്പൊ ഒരാളെ പുറത്ത് നിർത്തിയിട്ട് ബാക്കി 3 പേരും കൂടാണ് ഇതിന്റെ അകത്ത് കയറുന്നത്. അകത്ത് കയറി പോസ്റ്റ് മാസ്റ്റർ തടഞ്ഞ സമയത്തേക്ക്, ബാങ്ക് അല്ല, പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അത് റോബ് ചെയ്യാൻ പോയി. ആ സമയത്ത് പോസ്റ്റ് മാസ്റ്റർ തടഞ്ഞു. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് റോബറി മാത്രമാണ്. പക്ഷെ ഈ ആസ് പാർട്ട് ഓഫ് ദ റോബറി ഇവർ ഈ പോസ്റ്റ് മാസ്റ്ററിനെ കൊന്നു. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആള് ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയില്ല, ഇങ്ങനെ ഒരു മർഡർ നടക്കാൻ പോകുന്നതിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്നെ ശിക്ഷിക്കരുത്, എന്നെ അക്യൂസ്ഡ് ആയിട്ട് കരുതരുത്, എനിക്ക് റോബറിയുടെ ശിക്ഷ മാത്രം മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ കോടതി എന്ത് പറഞ്ഞു? ഇവരുടെ കൂടെ ക്രൈം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നു, ഈ പറയുന്ന അക്യൂസ്ഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളും ജോയിന്റ്ലി ലയബിൾ ആണ്. ഇവര് ചെയ്ത മർഡറിന് ആരാണോ കൊന്നതെന്നുള്ളതല്ല, ഇവര് 4 പേരും ജോയിന്റ്ലി ലയബിൾ ഫോർ ദി സെയിം ആക്ട് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ്, അല്ലെങ്കിൽ ബരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് കിങ് എംബറർ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത്.
പിന്നെ നമ്മൾ ഈ കോമൺ ഇന്റൻഷൻ പോലെ പറയുന്ന ഒരു സാധനമാണ് കോമൺ ഒബ്ജക്ട്. സെക്ഷൻ 34 ഓഫ് IPC-യിലാണ് ഈ കോമൺ ഇന്റൻഷൻ പറഞ്ഞത്. അതിനകത്ത് മിനിമം 2 ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ക്രൈമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് എയ്തർ കോൺസ്പിറസി ആവാം, അല്ലെങ്കിൽ അബറ്റ്മെന്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവരുടെ പ്രസൻസ് അവിടെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് ഇപ്പം എനിക്ക് എനിക്ക് ഇന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്, എനിക്കിപ്പം അരുണിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഷേപ്ഡ് കത്തി അയച്ചു തന്നത് നമ്മുടെ തരുൺ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആള് ഇപ്പൊ ഗൾഫിൽ നിന്ന് അയച്ചു തരാണ്. ആള് ഗൾഫിൽ നിന്ന് എനിക്ക് ഷേപ്ഡ് കത്തി അയച്ചു തന്നു. ആള് ഈ ഒരു സീനിൽ ഇല്ലെങ്കിൽ പോലും, ആളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അവിടെ എന്തുണ്ടായി, ഒരു എയ്ഡിങ് ഉണ്ടായി, അവിടെ ഒരു ഇൻസ്റ്റിഗേഷൻ ഉണ്ടായി, അവിടെ ഒരു അബറ്റ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആൾക്ക് കോമൺ ഇന്റൻഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ജോളി കേസിൽ ജോളി എന്ത് കൊടുത്തു? സയനൈഡ് കൊടുത്തു. സയനൈഡ് സാധാരണ ആളുകൾ കൈ വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ ഇതിനകത്തൊരു ഗോൾഡ് സ്മിത്ത് ഇൻവോൾവ് ആണ്. ഗോൾഡ് സ്മിത്ത് കൊടുത്ത് ഇയാളുടെ അടുത്ത് പറയാൻ പറ്റും. പിന്നെ എവരി വൺസ് ലയബിലിറ്റി ഈസ് പ്രൈമറി. ഇവിടെ എല്ലാവരുടെയും ലയബിലിറ്റി പ്രൈമറി ആണെന്നാണ് പറയുന്നത്. ആൻഡ് ആക്ട് ഷുഡ് ഹാവ് ബീൻ ഡൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ. ഈ കോമൺ ഇന്റൻഷന്റെ ഫലമായിട്ടായിരിക്കണം ഒരു ആക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇനി കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ പറഞ്ഞു സെക്ഷൻ 34 എന്ന് പറയുന്നത് ഒരേ ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ കോമൺ ഇന്റൻഷൻ ആണെന്ന് പറഞ്ഞു. ഇനി കോമൺ ഒബ്ജക്റ്റ്, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കിന് പോവുകയാണ്. ഈ സ്ട്രൈക്കിന് പോകുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ പല ക്ലാസ്സിലുള്ള ആളുകൾ ഉണ്ടാവും. ഈ ക്ലാസ്സിലുള്ള എല്ലാ ആളുകളെയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോട്ടെ, നമുക്ക് പ്രിൻസിപ്പളിനെ ഉപരോധിക്കാൻ വേണ്ടി നിങ്ങൾ പോവാണ്. നിങ്ങൾക്കൊരു കോമൺ ഉദ്ദേശമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇനി മുതൽ ക്യാമ്പസിൽ 4 മണിക്ക് ശേഷം നിൽക്കാൻ പാടില്ല, നിങ്ങളോട് പറയാണ്. നിങ്ങൾ കേൾക്കുവോ? ഒരിക്കലും കേൾക്കില്ല അല്ലേ? ഇപ്പൊ 4 മണി കഴിഞ്ഞ് നിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശമാണെന്നും പറഞ്ഞ് സകലമാന ക്ലാസ്സിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പ്രിൻസിപ്പളിനെ പോയിട്ട് ഖരാവോ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിനെ പോയി ഉപരോധിക്കുക എന്നുള്ള ഒരു ഇല്ലീഗൽ ആക്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയവും ഇല്ല, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ കോമൺ ഇന്റൻഷൻ അല്ല, നിങ്ങൾക്ക് അവിടെ ഉള്ളത് കോമൺ ഒബ്ജക്റ്റ് ആണ്. ഈ കോമൺ ഒബ്ജക്റ്റിന്റെ കാര്യം പറയുന്നത് 149 ഓഫ് IPC ആണ്. അൺലോഫുൾ അസംബ്ലിയിലാണ്. ഈ ഒരു അൺലോഫുൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ മിനിമം 5 ആളുകൾ ഉണ്ടാവണം. അവിടെ ഒരു മെയിൻ ഡിഫറൻസ് ആണ്. കോമൺ ഇന്റൻഷൻ ആണെങ്കിൽ 2 പേര് മതി. പക്ഷെ കോമൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ മിനിമം എത്ര ആളുകൾ വേണം? മിനിമം 5 ആളുകളെങ്കിലും ഉണ്ടാവണം. അതുപോലെ പ്രസൻസ് വേണം. അവിടെ പ്രസൻസ് വേണം എന്ന് പറയുന്നുണ്ട്. മിയർലി ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായാലും മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൾ ഉപരോധിക്കാനാണ് പോകുന്നത്, 4 മണി എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അവിടെ പോയിട്ട് ആരെങ്കിലും കയ്യാങ്കളി കാണിച്ച് ഇവിടുത്തെ പ്രിൻസിപ്പൽ റൂമിന്റെ ജനൽ എറിഞ്ഞുടക്കിയാണ്, ഫൈൻ വരുമ്പം അവിടെ പോയിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ചാണ് ഫൈൻ വരാൻ പോണത്. അവിടെ കാര്യം എന്താണ്? നിങ്ങൾക്ക് അവിടെ കോമൺ ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ കാര്യം. അവിടുത്തെ കോമൺ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാശനഷ്ടം ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യത്തിനും എന്ത് ലയബിലിറ്റി നിങ്ങൾക്ക് വരും? നിങ്ങൾക്ക് എല്ലാവർക്കും വൈക്കേരിയസ് ലയബിലിറ്റി അവിടെ വരും. merely being a member of that group is sufficient for the offense. An act should be done in prosecution or for not to be likely committed in the furtherance of the common object. ആ ഒരു കോമൺ ഒബ്ജക്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാം എല്ലാവരും ലേബിൾ ആവും. ഇപ്പം ഈ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ KSRTC ബസ് കാണുമ്പോൾ ചിലർക്ക് കത്തിക്കാനൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ കത്തിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് ഈ പറയുന്ന ഫൈനും കാര്യങ്ങളൊക്കെ വന്നു ചേരാറ്. അതാണ് കോമൺ ഇന്റൻഷനും കോമൺ ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുക. അതില് കോമൺ ഇന്റൻഷന് ഇനി നമ്മൾ പല ഒഫൻസുകൾ പറയുന്ന സമയത്ത് കോമൺ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. നമ്മൾ ഈ സെക്ഷൻ 34 മാത്രം എടുത്തോണ്ട് ഒരിക്കലും ഒരാളുടെ പേരിൽ നമുക്ക് ഒഫൻസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ സെക്ഷൻ 34 പ്രകാരം ഒരു കോമൺ ഇന്റൻഷൻ ഉണ്ട്. ആ കോമൺ ഇന്റൻഷന്റെ ഫലമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യണം. നേരത്തെ നമ്മൾ അരുണിനെ കൊല്ലാൻ പോയി, അരുണിനെ കൊന്നാൽ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. പക്ഷെ കോമൺ ഒബ്ജക്റ്റിന്റെ കേസിൽ 149 ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ഒഫൻസ് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, കോമൺ ഇന്റൻഷൻ പറഞ്ഞു. പിന്നെ
ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് സ്റ്റേജസ് ഓഫ് ക്രൈം. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. സ്റ്റേജസ് ഓഫ് ക്രൈം പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സെക്ഷൻസിന്റെ കാര്യം പറയാനുണ്ട്. അതായത് IPC എവിടേക്കാണ് IPC ബാധകമാവുന്ന എന്നുള്ള കാര്യം പറയാനുണ്ട്. എവിടേക്കാ നമുക്ക് IPC ആപ്ലിക്കബിൾ ആയിട്ട് വരിക? എവിടെ അറിയാമോ? ആരൊക്കെ ഇല്ലല്ലോ ആരുടെയും. IPC എവിടെയാണ് ആപ്ലിക്കബിൾ? എവിടേക്ക് ആപ്ലിക്കബിലിറ്റി ഉണ്ട് IPC? ജൂറിസ്ഡിക്ഷൻ തന്നെ. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ കഴിഞ്ഞോ? എക്സ്ട്രാ ടെറിട്ടോറിയൽ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആണ് പറയുന്നത്. സോ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ജമ്മു കാശ്മീരിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തുണ്ട്, ഇന്ത്യ ഇൻക്ലൂഡിങ് ജമ്മു കാശ്മീർ ആണ്. ഇപ്പൊ ഹോൾ ഓഫ് ദ ഇന്ത്യയിൽ നമുക്ക് IPCയുടെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. IPC ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം BNS വന്നപ്പോഴത്തേക്കും ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എന്തുണ്ട്, ആപ്ലിക്കബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനം, നമ്മുടെ 370 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതിന് മുമ്പ്, അതായത് സ്പെഷ്യൽ പ്രിവിലേജ് ടു ജമ്മു കാശ്മീർ എടുത്ത് കളയുന്നതിന് മുമ്പാണെങ്കിൽ ഇന്ത്യയിൽ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ 370 അബ്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾ ഓവർ ഇന്ത്യയായി ആപ്ലിക്കബിലിറ്റി. ഇനി ആ സമയത്ത്, അതായത് 370 എടുത്ത് കളയുന്നതിന് മുമ്പ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പീനൽ കോഡ് എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഒരു നടന്റെ പേര് വെച്ചുള്ള ഒരു പീനൽ കോഡ് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അറിയോ? റൺബീർ പീനൽ കോഡാണ്. നമുക്ക് സമയമില്ല, ക്വിസ് കോമ്പറ്റീഷൻ പോലെ നടത്തണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. റൺബീർ പീനൽ കോഡായിരുന്നു കുറെ നാൾ മുമ്പ് വരെ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്ന പീനൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലായിടത്തും എന്ത് തന്നെയാണ്, BNS ആണ്. 2025 ഏത് തന്നെയാണ്, എല്ലായിടത്തും BNS തന്നെയാണ് അപ്ലൈ ആവുക. ഇനി ഇതിന്റെ ഒരു എക്സ്ട്രാ ടെറിട്ടോറിയാലിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. എക്സ്ട്രാ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ സിറ്റിസൺസ് എവിടെ പോയിട്ട് ക്രൈം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ക്രൈമിന് അവർക്ക് ലയബിലിറ്റി, അതായത് ഇന്ത്യയിൽ നിന്ന് അവർ ഈ ഒരു ക്രൈം ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ലയബിലിറ്റി ഉണ്ടാവുന്ന പോലെ തന്നെ അവർ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞിട്ട് ക്രൈം ചെയ്ത് കഴിഞ്ഞാലും IPC പ്രകാരം അവർക്ക് എന്തുണ്ട്, ലയബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഒരു ഫോറിനർ വന്ന് ഇന്ത്യയിൽ ഒരു ക്രൈം ചെയ്യാണ്, അത് IPCയിൽ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ബാധകമാണ്, IPC ബാധകമാണ്. ഇതേപോലെ തന്നെ വേറെ പറയുന്ന എക്സ്ട്രാ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ എയർക്രാഫ്റ്റുകളും നമ്മുടെ വെസൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാട്ടറിനകത്തൂടെ പോണ ഷിപ്പ് ആയിക്കോട്ടെ, ബോട്ട്, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ത്യൻ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ എയർക്രാഫ്റ്റുകളും ഇന്ത്യൻ വെസൽസും ഒക്കെയാണ് അവരിനിയിപ്പം നമ്മുടെ പരിസരത്തല്ല, അതായത് നമ്മുടെ ഓഷൻസിലോ നമ്മുടെ സീകളിലോ ഒന്നും അല്ല, പക്ഷെ ഫോറിൻ ഒരു രാജ്യത്തിന്റെ എയർപോർട്ടിലോ അല്ലെ ഫോറിൻ ഒരു രാജ്യത്തിലെ സീലോ ഒക്കെയാണ് കിടക്കുന്നെങ്കിൽ പോലും അതൊരു ഇന്ത്യൻ ഫ്ലാഗ് ബെയറർ ആയിട്ടുള്ള എയർക്രാഫ്റ്റോ വെസലോ ആണെന്നിരിക്കട്ടെ. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് ഇതേപോലൊരു ക്രൈം, IPC പ്രകാരമുള്ള ഒരു ക്രൈം ആ ഒരു എയർക്രാഫ്റ്റിലോ വെസലിലോ വെച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ടെറിട്ടറിയിൽ വെച്ച് കമ്മിറ്റ് ചെയ്ത ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പം ഇന്ത്യൻ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ഷിപ്പുകളിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അതും എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഇന്ത്യയിൽ വെച്ച് നടന്നൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ കുറച്ച് ആളുകൾ, ഈ IPC എല്ലാവർക്കും അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാം ആപ്ലിക്കബിൾ ആണ്, അതുപോലെ ഇന്ത്യയിൽ വന്ന് ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ എംബസികളുണ്ടല്ലോ, അംബാസിഡേഴ്സ് ഒക്കെ പോണ അംബാസിഡേഴ്സ് എന്നല്ല, നമുക്ക് വേറെ രാജ്യങ്ങളിൽ എംബസീസ് ഉണ്ട്. ഈ എംബസി, ഒരു ഫോറിൻ രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യൻ എംബസി ഉണ്ട്, ആ എംബസിയിൽ വെച്ച് നടക്കുന്ന ക്രൈമുകളെ നമുക്ക് അത് ഇന്ത്യൻ ടെറിട്ടറിയിൽ വെച്ച് നടന്ന ക്രൈമായിട്ടാണ് കൺസിഡർ ചെയ്യാം. ഇനി
അതിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി പറയുമ്പോൾ എല്ലാ സിറ്റിസൺസിനും ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെയും കുറച്ച് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രതിരോധം, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ ഒരു അസുഖം വരുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതിരിക്കുക. അതുപോലെ ഒഫൻസിനകത്ത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒഫൻസിന്റെ പണിഷ്മെന്റ് ഇത് കുറച്ച് ആളുകൾ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ആളുകളാണ് പ്രസിഡന്റ്, ഗവർണർ. പ്രസിഡന്റിനെയും ഗവർണറിനെയും പല പല ഓഫൻസുകളിൽ നിന്നും അതുപോലെ തന്നെ ക്രിമിനൽ കോഡ്സിന്റെ ജൂറിഷനിൽ നിന്നൊക്കെ എക്സംപ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോറിനിൽ നിന്ന് വരുന്ന അംബാസിഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോറിനിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് പേഴ്സണൽസ്, അവിടുത്തെ പ്രസിഡന്റോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അംബാസിഡേഴ്സും ഡിപ്ലോമാറ്റിക് ഏജൻസും അതുപോലെ തന്നെ ആർമിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് ഇമ്മ്യൂണിറ്റീസിന്റെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്രൊട്ടക്ഷൻസും അല്ലെങ്കിൽ IPC പ്രൊവൈഡ് ചെയ്യുന്ന കുറെ പണിഷ്മെന്റ്സും ഒന്നും ആർമിക്കും അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോണില്ല. നമ്മൾ പറയാൻ വന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജസ് ഓഫ് ക്രൈം ആയിരുന്നല്ലേ. സ്റ്റേജസ് ഓഫ് ക്രൈം എടുക്കുകയാണേ. ബേസിക്കലി നമുക്ക് 4 സ്റ്റേജസ് ആയിട്ടാണ് പറയാറ്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ഫസ്റ്റ് വൺ ഇന്റൻഷൻ, സെക്കൻഡ് വൺ ഈസ് പ്രിപ്പറേഷൻ, തേർഡ് വൺ ഈസ് അറ്റംപ്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് കമ്മീഷൻ. സോ ഫസ്റ്റ് വൺ ഇന്റൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രൈമിനകത്ത് എന്ത് വേണം? ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. അപ്പം ഏറ്റവും ആദ്യം ഇപ്പൊ നമുക്ക് സ്കൂളിൽ ബോംബിടാൻ പോണ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാം. സ്കൂളിന് ബോംബിടാൻ പോകുമ്പം നമ്മൾ ആദ്യമേ എന്താണ്, എന്റെ മനസ്സിൽ ഭയങ്കര ഇന്റൻഷൻ, സ്കൂള് തകർക്കണം. ആ സ്കൂള് തകർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പല മോട്ടീവുകളുണ്ട്. അതിന് മുമ്പ് പറയുമ്പം മോട്ടീവും ഇന്റൻഷനും ഡിഫറെന്റ് ആണ് കേട്ടോ. മോട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്രേരണേനെയാണ് നമ്മൾ മോട്ടീവ് എന്ന് പറയുക. ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യണം എന്നുള്ള ഒരു തോന്നലാണ് ഇന്റൻഷൻ. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം സ്കൂളിൽ ബോംബിടുന്നതിന്റെ റീസൺ പറയുകയാണെങ്കിൽ മോട്ടീവ് പലർക്കും പലതായിരിക്കും. ഇപ്പൊ എനിക്ക് ടീച്ചറിന്റെ അടി കിട്ടി എന്നുള്ളതാവും ചിലപ്പോൾ എന്റെ മോട്ടീവ്. ബോംബിടണം എന്നുള്ള എന്റെ തോന്നലാണ് ഇന്റൻഷൻ. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരാൾക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് ചെയ്യുന്നു, ഹോംവർക്ക് ഇമ്പോസിഷൻ കിട്ടി, അതായിരിക്കും വേറൊരാളുടെ മോട്ടീവ്. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ബോംബിടുക എന്നുള്ളതാണ്. അപ്പൊ മോട്ടീവ് ഇന്റൻഷനും ഡിഫറെന്റ് ആണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ ഫസ്റ്റ് എലിമെന്റ്സ് ഓഫ് സ്റ്റേജസ് ഓഫ് ക്രൈം പറയുമ്പോൾ മോട്ടീവ് അല്ല അവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? ഇന്റൻഷൻ ആണ്. ഫസ്റ്റ് എലമെന്റ് അല്ല, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റൻഷൻ ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം എന്ത് വേണം? ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടാവണം. ഗിൽറ്റി മൈൻഡ് ഇറ്റ്സെൽഫ് ഈസ് നെവർ എ പണിഷബിൾ ഒഫൻസ്. ഒരിക്കലും ഇന്റൻഷൻ മാത്രമായിട്ട് നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ. ബോംബ് ഇടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് സാധന സാമഗ്രികളൊക്കെ വേണം. എന്ത് വേണം? ഇപ്പൊ ബോംബ് ഇടാനാണെങ്കിൽ ബോംബ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ടൈം ബോംബ് വേണം, എന്താണ് മറ്റേ തോട്ട വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി ഒരു തോട്ടയൊക്കെ ഉണ്ടാക്കുന്നവരെ കോണ്ടാക്ട് ചെയ്യാണ്, തോട്ടയ്ക്ക് വേണ്ടിയുള്ള പൈസ കൊടുക്കുകയാണ്, തോട്ട കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചേക്കാണ്. ഇതെല്ലാം ഏതിനകത്ത് വരും? പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ വരും. പ്രിപ്പറേഷൻ എപ്പോഴും പണിഷബിൾ അല്ല. പണിഷബിൾ ആവുന്ന വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. നമ്മൾ ജനറലി പറയുമ്പം ഇന്റൻഷനും പ്രിപ്പറേഷനും ആർ നോട്ട് പണിഷബിൾ ഒഫൻസസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറ്. ആ രണ്ട് സ്റ്റേജസും പണിഷബിൾ അല്ല എന്ന് പറയാറുണ്ട്. ഇനി തേർഡ് സ്റ്റേജ് ആണ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തോട്ട വലിച്ചൂരി അല്ലെങ്കിൽ ടൈം ബോംബ് കൊണ്ടുവന്ന് സ്കൂളിന്റെ കാലിൽ സ്കൂളിന്റെ പില്ലറിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു അറ്റംപ്റ്റ് ആണ്. അറ്റംപ്റ്റും നമ്മുടെ IPCയിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇനി ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്. അപ്പം ഈ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ട് കെട്ടിവെച്ചതാണ് അറ്റംപ്റ്റ്. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഈസ് കമ്മീഷൻ. അപ്പൊ ഇന്റൻഷൻ, പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ് ആൻഡ് കമ്മീഷൻ. കമ്മീഷൻ എപ്പോഴും ഒഫൻസ് തന്നെയാണ്, അറ്റംപ്റ്റും എപ്പോഴും ഒഫൻസ് തന്നെയാണ്. പ്രിപ്പറേഷൻ പൊതുവെ ഒഫൻസ് അല്ല, 1, 2, 3 ഇൻസ്റ്റൻസിൽ മാത്രം ഒഫൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ. ആൻഡ് ഫോർത്ത് വൺ, ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇന്റൻഷൻ. ഇന്റൻഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ പണിഷബിൾ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. Whenever a crime happens intentionally, there are several stages behind it. In case of every crime, there are 4 stages: intention, preparation, attempt, and commission. Generally, intention and preparation are not punishable, but some exceptional case are there, and attempt and commission are always punishable. ഇതിനകത്ത് ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്റൻഷൻ
നമ്മൾ പണിഷബിൾ അല്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ ദിവസം നിരവധി തോട്ടുകൾ പോവാറുണ്ട്. അപ്പൊ ഒരാൾ എന്ത് ചിന്തിച്ചു എന്ന് വേറൊരാൾക്ക് അറിയാനും പറ്റില്ല. ഇനി ഒരാൾ ഒരു കാര്യം ചിന്തിച്ചു എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യാൻ പറ്റില്ല, പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൂവ് ദി മെന്റൽ സ്റ്റേജ് ഓഫ് എ മാൻ ആൻഡ് പോസിബിൾ ഫോർ ദ പേഴ്സൺ ടു ഗിവ് അപ്പ് ഹിസ് ഈവിൽ ഇന്റൻഷൻ ഓർ ഡിസൈൻസ്. സ്കൂളൊക്കെ തകർക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ചെറുതിലെ തോന്നിയതാണെങ്കിൽ നമ്മൾ തകർത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പണിഷ് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മൾ എപ്പോ വേണമെങ്കിലും ആ തോട്ട് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പ്രിപ്പറേഷൻ അറ്റംപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പ്രിപ്പറേഷൻ ഈസ് ആൻ എക്സിക്യൂട്ടറി ആക്ട്, ഇറ്റ് കംസ് ബിഫോർ ആൻ അറ്റംപ്റ്റ്. അറ്റംപ്റ്റിന് മുമ്പ് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുക. അപ്പം ഒരാളെ കൊല്ലാൻ വേണ്ടി നൈഫ് പർച്ചേസ് ചെയ്യാണ്. ആ ഒരു മിയർ പർച്ചേസ് ഓഫ് നൈഫ് ഈസ് എ പ്രിപ്പറേഷൻ. ഇനി പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ഒഫൻസ് അല്ല എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി നൈഫ് വാങ്ങിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ആരെയാണ് കൊല്ലാൻ പോയത്, അരുണിനെ അല്ലേ കൊല്ലാൻ പോയത്. അപ്പോൾ അരുണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് തരുൺ നൈഫ് അയച്ചു തന്നു എന്ന് പറഞ്ഞു. ഇത് പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. ആക്ച്വലി ഇതൊരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. പ്രിപ്പറേഷൻ സ്റ്റേജിൽ പക്ഷെ ഞാൻ ഈ കത്തി വാങ്ങിച്ചത് അരുണിനെ കൊല്ലാനാണോ വാഴക്കൊല വെട്ടാനാണോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നൈഫ് വാങ്ങിയെന്നും പറഞ്ഞ് എന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രിപ്പറേഷന് പണിഷ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ സയനൈഡ് കലക്കി വെച്ചു, സയനൈഡ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒഫൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം സയനൈഡ് പോട്ടെ, നമുക്ക് ഗ്രീഷ്മയുടെ കേസ് എടുക്കാം. ഗ്രീഷ്മയുടെ കേസിൽ എന്താണ്, കുറച്ച് പോയിസൺ വാങ്ങിച്ച് വെച്ചു, പോയിസൺ കലക്കി വെച്ചു. പോയിസൺ കലക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ സ്റ്റേജ്. പക്ഷെ ഞാൻ ഈ പോയിസൺ കലക്കി വെച്ചത് മറ്റേ ആ പയ്യന് കൊടുക്കാനാണോ ഇനി അല്ലെങ്കിൽ ഒരു പട്ടിയെ കൊല്ലാനാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഇത് കലക്കി വെച്ചു എന്നുള്ള അല്ലെങ്കിൽ വാങ്ങി വെച്ചു എന്നുള്ള പ്രിപ്പറേഷൻ സ്റ്റേജിൽ പൊതുവെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. കാര്യം നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ പ്രിപ്പറേഷൻ തെറ്റാണോ ഇല്ലയോ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രിപ്പറേഷനിൽ കേസ് എടുക്കാത്തത്. ഇനി സ്റ്റേജ് പ്രിപ്പറേഷൻ ഈസ് ആൻ ആക്ട് ഓഫ് അറേഞ്ചിങ് ഓഫ് ഓൾ ദ നെസസറി മീൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് കമ്മോഡിറ്റീസ് ടു ഡു ആൻ ഇല്ലീഗൽ ആക്ട്. അതുപോലെ തന്നെ only the person who intends to commit the crime know the fact. ഇനി എന്താണ് ചെയ്യാൻ പോണ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ഈ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. An attempt would not be an offense if a person voluntarily gives up the idea of committing the crime. ഈ ഒരു പോയിസൺ കലക്കി വെച്ചതിന് ശേഷം ഇത് ഒഴിച്ചങ്ങ് കളയുകയാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സ്റ്റേജിലോട്ട് പോയിട്ടില്ല. അങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്താവില്ല, അത് ഫുൾഫിൽ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ ദിസ് സ്റ്റേജ് ദർ ഇസ് ഓൺലി എ മിയർ ചാൻസ് ഓഫ് കമ്മീഷൻ ഓഫ് ക്രൈം. ഇതിന്റെ പണിഷ്മെന്റ് പ്രിപ്പറേഷന് പണിഷ് വരുന്ന കുറച്ച് ഒഫൻസുകളേ ഉള്ളൂ. ലൈക്ക് വേജിങ് വാർ, ഒരു രാജ്യത്തിനെതിരെ വാർ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേജുകളിൽ മാത്രമേ നമ്മൾ പ്രിപ്പറേഷൻ പണിഷബിൾ ആയിട്ട് പറയാറുള്ളൂ. ഇപ്പം നേരത്തെ ഞാൻ ബോംബ് പൊട്ടിക്കുന്ന കാര്യം, സ്കൂളിന്റെ ബോംബ് പൊട്ടിക്കുന്ന കാര്യം തമാശക്ക് പറഞ്ഞതാണ്. അതല്ലാണ്ട് ടെററിസ്റ്റ് അറ്റാക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, ഇപ്പൊ ബോംബൊക്കെ കയ്യിൽ കരുതുക, അത് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും ബോംബ് കയ്യിൽ കരുതുക എന്ന് പറയുന്നത് ഒരു എന്താണ് ഒഫൻസ് ആണ്. പ്രിപ്പറേഷനകത്ത് വരുന്നൊരു ഒഫൻസ് ആയിട്ട് വരുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്നത് പോലെ ബോംബ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കരുതുക, അല്ലെങ്കിൽ വേജിംഗ് വാറിന് വേണ്ടി ആളുകളെ കൂട്ടി നമുക്ക് ഇങ്ങനെ ഗവൺമെന്റിനെ അട്ടിമറിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ വയലൻസ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒഫൻസ്. അങ്ങനെയുള്ള കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്മീഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണ് ഈ പറയുന്ന അറ്റംപ്റ്റ് is an executed act. Attempt is directed movement towards the commission after the preparation is made. And a purchased poison and mixes it in the meal of the wife with intention to kill her. It is an attempt. ഒരാളുടെ ഫുഡിലേക്ക് കലക്കി വെച്ചു, ഭാര്യ കഴിച്ചോ ഇല്ല എന്നുള്ളതല്ല, അത് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. ഈ അറ്റംപ്റ്റിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ഒരു കേസ് ഉണ്ട്. കേസിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കള്ളൻ ഒരു ആളുടെ ബാഗിൽ കൈയിട്ടു. ആ ബാഗില് കള്ളൻ കൈയിടുന്നത് എന്തിനാണ്, മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ബാഗ് എംപ്റ്റി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കള്ളനെ പണിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ബാഗിൽ കള്ളൻ കൈയിട്ടതിന്റെ ഉദ്ദേശം എന്താണ്, കമ്മീഷൻ ഓഫ് ദ ക്രൈം ആയിരുന്നു ഉദ്ദേശം. എന്താണ്, പൈസ അടിച്ചു മാറ്റുക എന്നുള്ളത്, തെഫ്റ്റ് ആയിരുന്നു ഉദ്ദേശം. പക്ഷെ അതിനകത്ത് പൈസ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഹി ഈസ് ലയബിൾ ഫോർ അറ്റംപ്റ്റ് ടു തെഫ്റ്റ്. ആ ഒരു കമ്മീഷൻ ഓഫ് ഒഫൻസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണ് അറ്റംപ്റ്റ് സെൽഫ് ഈസ് പണിഷബിൾ എന്ന് പറയുന്ന ആ ഒരു കേസാണത്. കേസിന്റെ പേര് കിട്ടുമ്പോൾ ഞാൻ പറയാം. സോ പിന്നെ അടുത്തത് അറ്റംപ്റ്റ് ഈസ് ആൻ ആക്ട് ഡൺ ആസ് പെർ ദി പ്ലാനിംഗ് വിത്ത് അക്കൗണ്ട്സ് ടു ഒഫൻസ് ഇൻ ഓൾ കേസസ്. പിന്നെ നോളജ് ഉണ്ട്. വൺസ് ദ അറ്റംപ്റ്റ് ഈസ് കംപ്ലീറ്റ് ഇറ്റ്സ് അത് വേണ്ട. അങ്ങനെ എന്താണ്, അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ് ഈസ്
പണിഷബിൾ മിക്കവാറും കേസുകളിൽ നമ്മളിപ്പം മെജോറിറ്റി കേസുകളും തെഫ്റ്റിന്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റേപ്പ് കേസസ്, അങ്ങനെയുള്ള കുറെ കേസുകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ അറ്റംപ്റ്റിന്റെ പണിഷ്മെന്റ് എന്താണ് IPC സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഇനി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അറ്റംപ്റ്റിന്റെ പണിഷ്മെന്റ്, അറ്റംപ്റ്റ് മേർഡറിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി അറ്റംപ്റ്റിന്റെ പണിഷ്മെന്റ് എടുത്ത് പറയാത്ത കേസുകളാണെങ്കിൽ ആ അറ്റംപ്റ്റിനെ പറ്റി പറയുന്നത് സെക്ഷൻ 511 ആണ്. നമ്മുടെ IPC ടോട്ടൽ സെക്ഷൻസ് നമ്മൾ പറഞ്ഞു 511 ആണെന്ന്. അതിൽ സെക്ഷൻ 511 അറ്റംപ്റ്റ് ടു കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസിനെ പറ്റി പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 511 ഓഫ് IPC, അറ്റംപ്റ്റ് ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ അതർ ഇംപ്രിസൺമെന്റ്. പിന്നെ ഇന്റൻഷൻ അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ. സ്റ്റേജസ് ഓഫ് ക്രൈം ഏകദേശം തട്ടിക്കൂട്ടി ഞാൻ പറഞ്ഞു. നിങ്ങൾ പഠിക്കുമ്പോൾ കേസ് ലോസും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുക. പ്രിപ്പറേഷൻ, ഒരു മിനിറ്റ്, പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട് ഇതിനകത്തൊക്കെ വരുമെന്ന് പറയാമേ. പ്രിപ്പറേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഡെക്കോയിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തെഫ്റ്റിന്റെ ഒക്കെ ഒരു അഗ്രവേറ്റഡ് ഫോം ആയിട്ട് പറയാം. അതായത് സ്ഥിരമായിട്ട് മോഷണം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല, നമ്മൾ തഗ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പറയാറുണ്ടെങ്കിലും ശരിക്കും തഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് ഈ റോബറിയും മേർഡറും ഒക്കെ കമ്മിറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ തഗ്സ് എന്ന് പറയാറ്. അപ്പൊ ഈ തഗ്ഗുകളുടെ കൂട്ടത്തിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. ഇപ്പം നമ്മുടെ അതിനകത്ത് ഇപ്പൊ പുതിയതായിട്ട് ഒരാളുടെ പേര് പറയാൻ, വഫയ്ക്ക് ഒരു ഗുണ്ടയാവണം, വലിയൊരു ഗുണ്ടയാവണം, ഒരു ഹാബിച്വൽ ആയിട്ടുള്ള, ഇപ്പൊ റാംജി റാവു സ്പീക്കിംഗ്, അങ്ങനെയുള്ള ഒരു ഗുണ്ടയുടെ കൂട്ടത്തിൽ പോയി ചേരണം എന്നാണ് വഫയുടെ ആഗ്രഹം. അങ്ങനെ വഫ പോയിട്ട് ഒരു ഡക്കോയിസിന്റെ ഗ്രൂപ്പിൽ ഇന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം ഈ ഡക്കോയിറ്റ്സിനെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വഫ പറയാണ്, ഞാൻ ഡക്കോയിറ്റുകളുടെ കൂട്ടത്തിൽ ചേർന്നേ ഉള്ളൂ, ഞാൻ ഇന്നേ വരെ ക്രൈം ഒന്നും കമ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഡക്കോയിറ്റിന്റെ കൂട്ടത്തിൽ ചേരുന്ന എന്തിനാ? ഈ പറയുന്ന ഡക്കോയിറ്റ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഒഫൻസ്. അവിടെയും പ്രിപ്പറേഷൻ ഒഫൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേജിങ് വാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വേജിങ് വാറിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും എന്താണ്? പ്രിപ്പറേഷൻ ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒഫൻസ് എന്ന് പറയുന്ന 2-3 കേസുകളാണിത്. പിന്നെ ഇത് രണ്ടുമാണ് ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, മൊത്തം 3 എണ്ണം ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇനി മറ്റൊരു ഓർമ്മ വരുവാണെങ്കിൽ പറയാം കേട്ടോ. ഇനി അടുത്ത വരുന്നത്, നമുക്ക് പല ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ഉണ്ട്. പണിഷ്മെന്റ്സ്, എത്ര ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ഉണ്ടെന്നറിയോ? IPC പ്രകാരം നമുക്ക് എത്ര ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ഉണ്ട്? എനി ഐഡിയ? 5 ആണ്. IPC പ്രകാരം നമുക്ക് 5 ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് ആണ് പറയുക. BNS ആക്കിയപ്പോഴത്തേക്കും എത്ര ടൈപ്പ് ആയെന്നറിയോ? BNS ആക്കിയപ്പോ 6 ടൈപ്പ് ഉണ്ട്, ഒരെണ്ണോട് ആഡ് ചെയ്തു. നമ്മുടെ 5 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിവിയർ പണിഷ്മെന്റ് ഏതാ? ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞേക്കുന്ന ഏറ്റവും സിവിയർ പണിഷ്മെന്റ് ഏതാണെന്ന് അറിയോ? ഇറ്റ്സ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും സിവിയർ ഫോം. അതിനകത്ത് ഓക്കെ, ഏത് മെത്തേഡ് ആണെന്നറിയോ? ഒറ്റ മെത്തേഡേ ഉള്ളൂ ഇന്ത്യയില്. ഹാങ്ങിങ് ടിൽ ഡെത്ത് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയില് പണിഷ്മെന്റിന്റെ പണിഷ്മെന്റിന്റെ വേ ആയിട്ട് പറയാം. ഇനി ഡെത്തിന്റെ തൊട്ട് താഴെയുള്ള സാധനമാണ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. ജീവപര്യന്തം എന്ന് പറയുന്നത്. ജീവപര്യന്തം എത്ര വർഷം വരെയാണ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്? ടിൽ ദി എൻഡ് ഓഫ് എ പേഴ്സൺസ് ലൈഫ്. ഒരാളുടെ ജീവൻ തീരുന്നത് വരെയും ജയിലിട്ടേക്കുക എന്നുള്ളതാണ് ജീവപര്യന്തത്തിന്റെ ശരിക്കുള്ള മീനിങ്. പക്ഷെ പിന്നീട് ആളുടെ നല്ല നടപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കോടതി പിന്നെ അത് കുറച്ച് കൊടുക്കാറുള്ളത്. ഇരട്ട ജീവപര്യന്തായാലും ഒറ്റ ജീവപര്യന്തം ആണെങ്കിലും ടിൽ ദ എൻഡ് ഓഫ് എ പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് എന്നുള്ളതാണ് ലൈഫ് ഇംപ്രിസൺമെന്റിന്റെ മീനിങ്. തേർഡ് വൺ ഈസ് ഇംപ്രിസൺമെന്റ്. ഇംപ്രിസൺമെന്റ് അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സിമ്പിൾ ഇംപ്രിസൺമെന്റും, മറ്റൊന്നെന്ന് പറയുന്നത് ഏതാണ്? റിഗറസ് ഇംപ്രിസൺമെന്റും ആണ്.
ഇവിടെ ഇംപ്രിസൺമെന്റ്, ഓക്കെ, അതിന്റെ സ്ലൈഡ് ഇല്ല എന്ന് തോന്നുന്നു. അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ് റിഗറസും ഉണ്ട്, സിമ്പിളും ഉണ്ട്. പിന്നെ നാലാമത്തെ സാധനമാണ് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. കേട്ടുണ്ടോ ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക. അപ്പൊ ഒരാള് അബ്സ്കോണ്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ആളെ കുറെ നാളുകൊണ്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. ആളുടെ പ്രോപ്പർട്ടി പിടിച്ചു വെക്കുക എന്ന് പറയും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഫൈൻ. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കോടതിയിൽ കെട്ടിവെക്കാനൊക്കെ പറയാറുണ്ട്. ഈ ഫൈൻ ആർക്കാ പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ഫൈൻ കൊടുക്കുക? നമ്മളൊരു ക്രൈം കമ്മിറ്റി എത്തി ഫൈൻ കൊടുക്കുന്ന ആർക്കാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, സോറി, എനിക്കൊരു കോള് വന്നതാണ്. നമ്മള് കണ്ടിന്യൂ അല്ലേ? ഓക്കെ. നമ്മൾ പണിഷ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് പണിഷ്മെന്റ്? 5 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫൈൻ, ഫൈനിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഫൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇംപ്രിസൺമെന്റ് തരാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഏതെങ്കിലും ഒക്കെ പണിഷ്മെന്റ്. ഇംപ്രിസൺമെന്റ് തന്നെയാണ് പറയാറ്. ഒരു മിനിറ്റ്, ഒന്നുകൂടെ കോള് അറ്റൻഡ് ചെയ്യണേ. ഒരു മിനിറ്റ്. സോറി സോറി, കണ്ടിന്യൂ ചെയ്യണേ. സോ ഫൈൻ, ഫൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ബേസിക്കലി നമ്മുടെ IPC വരുന്ന ഏതൊരു ഒഫൻസ് ആണെങ്കിലും നമുക്ക് പൊതുവെ തരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റും ഫൈനുമാണ്. ആ ഇംപ്രിസൺമെന്റിന് കയറിയിട്ടാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ആയിക്കോട്ടെ, ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിക്കോട്ടെ. സോറി, എന്റെ ട്രെയിനിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കോള് വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇത് ശരിക്കും പറഞ്ഞോട്ടെ.
ഓക്കെ ഓക്കെ, ഇപ്പൊ എല്ലാം ഓക്കെ. സോറി. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫൈൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഒരു എന്താണ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരാള് ഇത്ര എമൗണ്ട് കെട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫൈൻ പറയാറ്. അപ്പൊ ഈ ഫൈൻ ആർക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിനാണ് ഫൈൻ പോവുക. നിങ്ങൾ ടോട്ട് പഠിച്ച സമയത്ത് ഡാമേജസ് ഒക്കെ പഠിച്ചില്ലേ? ഒരു ഡാമേജ്, ഒരാൾക്ക് ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഡാമേജസ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ഡാമേജസ് ആർക്കാണ് പൊതുവെ പോവുക? ഓർമ്മയുണ്ടോ ടോർട്ടിന്റെ കാര്യം? വിക്ടിം അല്ലെങ്കിൽ ആ ഒരു പ്ലെയിന്റിഫിനാണ് പൊതുവെ ഡാമേജസ് എന്ന് പറഞ്ഞാൽ, ഇഞ്ചേർഡ് പേഴ്സൺ ആണ് അല്ലെ അഗ്രീവ്ഡ് പേഴ്സൺ ആണ് നമ്മൾ ഈ ഡാമേജസ് ക്ലെയിം ചെയ്യാനും അത് കിട്ടാനുള്ള അവകാശം. ഈ പക്ഷെ നമ്മുടെ ക്രൈമിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫൈൻ എന്ന് പറയുന്നത് നമ്മൾ കോർട്ടിൽ കെട്ടിവെക്കുന്ന ആ ഫൈൻ ഈസ് ഫോർ ദി സ്റ്റേറ്റ്. ഗവൺമെന്റിനാണ് നമ്മൾ ഈ പറയുന്ന ഫൈൻ കൊടുക്കുക. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ഈസ് എ പബ്ലിക് റോങ് ആയിട്ടാണ് ഇതിനെ പറയാം, പ്രൈവറ്റ് റോങ് അല്ല ഒരിക്കലും. സ്റ്റേറ്റ് ആണ് മെജോറിറ്റി കേസസിലും അവിടെ ഇഞ്ചേർഡ് പാർട്ടി ആയിട്ട് മാറുക. ഒരു വിക്ടിം ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ ഇവിടെ സ്റ്റേറ്റിന് എതിരെ ചെയ്യുന്ന ഒരു ക്രൈം ആയിട്ടാണ്, ഒരു ഒഫൻസ് ആയിട്ടാണ് ക്രൈമിനെ കാണുക. സോ ക്രൈം ഈസ് എ പബ്ലിക് റോങ്. അതുപോലെ തന്നെ നമുക്കറിയാം മെജോറിറ്റി കേസസിലും ആ കേസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു സൈഡില് ഇപ്പം യൂണിയൻ ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. കേസിന്റെ പേര് മാത്രമല്ല, എന്താണ് അവിടെ വാദിക്കുന്ന ആളെ നോക്കിയാൽ മതി. നമ്മളെ ഒരു വിക്ടിമിന് വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ കോർട്ടിൽ വാദിക്കുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്തേക്കുന്ന ലോയർ ആയിരിക്കും അവിടെ വാദിക്കുക. പ്രോസിക്യൂഷൻ സൈഡ് മിക്കപ്പോഴും ആര് തന്നെയായിരിക്കും? സ്റ്റേറ്റിന്റെ ലോയർ ആണ്. ഇപ്പം നമ്മുടെ ഏറ്റവും താഴത്തെ കോർട്ടുകളിൽ ആരാണ്? ആരാടെ? ആരാ? ഐഡിയ ഉണ്ടോ? APP എക്സാംസ് കിട്ടുന്നുണ്ടോ? APP അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അതിന്റെ മേലോട്ട് വരുമ്പോൾ ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ? പിന്നെ മേലോട്ട് ആളുകളുണ്ട്. നമുക്ക് തൽക്കാലം ഇത് രണ്ടും മതി. ഓക്കെ. അപ്പൊ എന്താണ്, സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ക്രൈമാണ്. ഫൈൻ അടയ്ക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഫൈൻ സ്റ്റേറ്റിനാണ് നമ്മൾ അടയ്ക്കാറ്. ഇനി എപ്പോഴെങ്കിലും വിക്ടിമിന് ഈ പറയുന്ന കോമ്പൻസേഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ ഇനി ഫൈനൽ ഒരു 10th സെമ്മൊക്കെ ആകുമ്പോൾ, 10th ആണോ 9th ആണോ എനിക്ക് ഓർമ്മയില്ല, ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട് വിക്ടിമോളജി. അതിനകത്ത് തന്നെ വരുന്ന ഒരു സാധനമാണ് വിക്ടിമോളജി. അപ്പം അതിനകത്ത് വിക്ടിം കോമ്പൻസേഷൻ സ്കീം എന്ന് പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീം ആക്ച്വലി IPC വന്ന സമയത്തുള്ളതല്ല. പക്ഷെ പിന്നീട് പല കേസ് ലോസ് വഴി, പല ജഡ്ജ്മെന്റ്സ് വഴി നമ്മുടെ ജുഡീഷ്യറി ഇന്റർഫിയർ ചെയ്ത്, ജുഡീഷ്യൽ ആക്ടിവിസം വഴി പറഞ്ഞൊരു കാര്യമാണ്, സ്റ്റേറ്റിന് മാത്രമല്ല ഈ ഫൈൻ കൊടുക്കേണ്ടത്. ഇതിനകത്ത് വിക്ടിം ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ കിട്ടാനുള്ള അർഹത ഉള്ള ചില കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസസ് കേസ് ആവട്ടെ, അതുപോലെ തന്നെ ആസിഡ് അറ്റാക്ക് കേസുകളാവട്ടെ, അതേപോലുള്ള കുറച്ച് ഒഫൻസുകളുടെ കേസ് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ റേപ്പിന്റെ വിക്ടിമിനും അതുപോലെ തന്നെ ആസിഡ് അറ്റാക്കിന്റെ വിക്ടിമിനൊക്കെ മെഡിക്കൽ എക്സ്പെൻസ് വരുന്ന കുറച്ച് കേസുകളിൽ ഈ പറയുന്ന കോമ്പൻസേഷൻ ആർക്ക് കിട്ടും? ഈ പറയുന്ന വിക്ടിമിന് അറ്റാക്കർ കൊടുക്കണം, ആ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിക്ടിം കോമ്പൻസേഷൻ സ്കീം വെച്ച് പറയുന്നുണ്ട്. ഫൈൻ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സോ നമുക്ക് ബേസിക്കലി 5 ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ആണ്. ഇതൊക്കെയാണ്: ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഫൈൻ. 5 എണ്ണമാണ് പറയുന്നത്. പിന്നെ പണ്ട് IPC നിലവിൽ വന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതാർക്കെങ്കിലും അറിയാമോ? നാടുകടത്തലിന്റെ ഒരു സാധനമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്ന് പറയും. പണ്ട് രാജാവിന്റെ ഭരണകാലത്ത് മുതലേ ഉള്ള ഒരു സാധനമായിരുന്നു നാടുകടത്തൽ. എന്തിനാ നാട് കടത്തുന്നത്? ആള് ഇവിടെ ഉണ്ടെങ്കിൽ ആൾ ഇനിയും ഒഫൻസ് കമ്മിറ്റ് ചെയ്യല്ലോ. അതല്ലാണ്ട് ആളെ നാട് കടത്തണം എന്നുള്ളതായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. പക്ഷെ പിന്നീട് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ BNSലേക്ക് വരുമ്പം BNSൽ 6 ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് പറയുന്നുണ്ട്. ആറാമത്തെ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അതെ, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കതൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് നല്ല കാര്യമായിട്ട് തോന്നും. ഇപ്പൊ NSSന്റെ ഒക്കെ ഉള്ള വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഇതിനകത്ത് എന്താണ് കമ്മ്യൂണിറ്റി സർവീസ്? ഈ പറയുന്ന ഒഫൻഡേഴ്സിനെ കൊണ്ട് നാടിന് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സാധനമാണ് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് പറയാം. സോ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വേണേ 6 മാസം വരെ പണിഷ്മെന്റ് കൊടുക്കാവുന്ന ഒഫൻസ് ആയിട്ടും വേറെ സെക്ഷനൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം നമ്മൾ 6 ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ഉണ്ട്. BNSൽ 5 ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്സ് ആണ് നമ്മുടെ IPCൽ എന്നുള്ള കാര്യം മാത്രം ഓർക്കാം. ഇനി ഡെത്ത് സെന്റൻസ് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയേണ്ട ഒരു കേസ് ഉണ്ട്, ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഈ കേസ് എവിടെയെങ്കിലും കേട്ടോ? ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്.
ഗ്രീഷ്മയുടെ കേസിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് ഡെത്ത് സെന്റൻസ് പറയുന്ന എല്ലാ കേസിലും പറയും. കാരണം ഡെത്ത് സെന്റൻസിന്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് നമ്മൾ പറയില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയുന്ന ആ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ പറഞ്ഞ കേസാണ് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, 1980 കേസാണ്. സോ ഇൻ ദാറ്റ് കേസ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് death sentence is to be given only in the case of rarest of rare cases. അതുപോലെ തന്നെ ഈ ഒരു ഏതൊക്കെയാണ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസ് നോക്കുന്ന സമയത്തേക്ക് കുറച്ച് ഗൈഡിങ് പ്രിൻസിപ്പിൾ വേണമെന്ന് പറഞ്ഞ് വേറൊരു കേസ് പറയുന്നുണ്ട്. അതാണ് മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പൊ രണ്ട് കേസിലാണ്, ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, മച്ചി സിംഗിന്റെ കേസും. ഈ രണ്ട് കേസിലാണ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്താണെന്നും റെയറസ്റ്റ് ഓഫ് റെയർ കേസിന്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ പറയുന്നത്. ഇനി ഡെത്ത് സെന്റൻസ് പറയുന്ന കുറച്ച് ഒഫൻസസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള വേജിങ് വാർ അഗൈൻസ്റ്റ് ഗവൺമെന്റിനകത്ത് ഡെത്ത് സെന്റൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ കലാപം എന്നൊക്കെ പറയും. അപ്പൊ മ്യൂട്ടിനിക്ക് വേണ്ടിയിട്ട് മ്യൂട്ടിനി കമ്മിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മ്യൂട്ടിനി അബറ്റ് ചെയ്താലോ ഒക്കെ അവിടെയും ഡെത്ത് പെനാൽറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ കോടതിയിൽ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യാണ്, ഒരു കള്ള തെളിവൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് മറ്റൊരാളെ, അതായത് ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ രോഹിത് ഞാൻ ഇപ്പൊ കാണുന്ന പേരാട്ടോ വിളിക്കുന്നത്, എനിക്ക് അവരുടെ ആരെ അറിയില്ല. ഇപ്പൊ രോഹിത്ത് ഒരു കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ഞാനൊരു എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ രോഹിത്തിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിച്ചു, കോടതി വിധിച്ചു. രോഹിത് ക്യാപിറ്റൽ പണിഷ്മെന്റിന് ലയബിൾ ആയി. ആളുടെ ഡെത്ത് പെനാൽറ്റിക്കൊക്കെ ശേഷമാണ് ഞാൻ അല്ലെങ്കിൽ എനിക്കെതിരെയുള്ള തെളിവ് കിട്ടുന്നത്, ഞാൻ കേസ് ഫേബ്രിക്കേറ്റ് ചെയ്തതാണ്. അങ്ങനെ മറ്റൊരാളുടെ ഡെത്ത് സെന്റൻസിനേക്ക് വേണ്ടിയിട്ട് ഞാൻ റീസൺ ആയിട്ടൊരു ഫേബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഫോൾസ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആളെയും ഏത് പെനാൽറ്റിക്ക് ലയബിൾ ആക്കാം? ഡെത്ത് പെനാൽറ്റിക്ക് ലയബിൾ ആക്കാം. അതുപോലെ തന്നെ മർഡറിന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി മർഡർ നടത്തിയ ഒരാള്, അല്ലെങ്കിൽ ഓൾറെഡി എന്താണ് ലൈഫ് ഇംപ്രിസൺമെന്റ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്യൂസ്ഡ് അല്ലെ ഒരു കൺവിക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് ഇംപ്രിസൺമെന്റ് കൺവിക്റ്റ് ആയിട്ടുള്ള ഒരാള് പുറത്ത് വന്നിട്ട് മേർഡർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളും ഡെത്ത് പെനാൽറ്റിക്ക് ലയബിൾ ആണെന്ന് പറയുന്നുണ്ട്. അത് സെക്ഷൻ 303ലാണ്. ആ സെക്ഷൻ ഒരു പ്രത്യേകതയാണ്, ഞാൻ പറയാം. സോ സെക്ഷൻ 303 ആലോചിക്കുക. ഓൾറെഡി ലൈഫ് ഇംപ്രിസൺമെന്റിന് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മേർഡർ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഡെത്ത് പെനാൽറ്റി കിട്ടാവുന്ന ഒഫൻസ് ആണ്. അതുപോലെ തന്നെ ഇൻടോക്സിക്കേറ്റഡ് സബ്സ്റ്റൻസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻസെയിൻ ആയിട്ടുള്ള, അതായത് ബോധമില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരാളെ അബക്റ്റ് ചെയ്യാണ്, സൂയിസൈഡിനെ അബക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ അട്രാക്ട് ഡെത്ത് പെനാൽറ്റി. ഈ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഡെത്ത് പെനാൽറ്റി മാത്രമല്ല കേട്ടോ ഇവിടെ ശിക്ഷകൾ. ഡെത്ത് പെനാൽറ്റി കൊടുത്തേക്കുന്ന നമ്മുടെ IPC പറഞ്ഞേക്കുന്ന ഒഫൻസ് മാത്രമാണ് ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് ഫോർ റാൻസം, നമ്മുടെ റാംജി റാവു ആലോചിച്ചാൽ മതി. കിഡ്നാപ്പിംഗ് ഫോർ റാൻസം, അതുപോലെ തന്നെ റേപ്പ് ആൻഡ് മർഡർ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഡെക്കോയിറ്റി വിത്ത് മർഡർ. പിന്നെ ഇത്രയുള്ള കേസുകളിലാണ് നമ്മൾ പൊതുവെ എന്ത് കൊടുക്കാറുള്ളത്? ഡെത്ത് പെനാൽറ്റി അവോയ്ഡ് ചെയ്യാറുള്ളത്. ഇനി ഈ 303 IPC ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. അതായത് ഓൾറെഡി ലൈഫ് ഇംപ്രിസൺമെന്റിന് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ ഒരു മർഡർ കമ്മിറ്റിയോ മർഡർ അറ്റംപ്റ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ IPC പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ഞാനിപ്പോ ഒരു 7-8 സെക്ഷൻ പറഞ്ഞതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും ഡെത്ത് പെനാൽറ്റി ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ തന്നെ ലൈഫ് ഇംപ്രിസൺമെന്റും അതേപോലെ തന്നെ ബാക്കി റിഗറസ് ഇംപ്രിസൺമെന്റ് ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഇതല്ലാണ്ട് ഈ 303 IPC പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഡെത്ത് പെനാൽറ്റി മാത്രമാണ് ഒഫൻസ് ആയിട്ട് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഇയാൾ ഇങ്ങനെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പോയി മർഡർ കമ്മിറ്റ് ചെയ്താൽ അയാളെ ഡയറക്റ്റ് തൂക്കി കൊന്നോളൂ എന്ന് ആ ഒരു ഒറ്റ സെക്ഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനകത്ത് അതൊരു ആർട്ടിക്കിൾ 14 വയലേഷൻ. എന്താ ആർട്ടിക്കിൾ 14? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ് കേട്ടോ. റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ വയലേഷൻ ആണെന്നും പറഞ്ഞിട്ട് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിനകത്ത് അത് കേസ് പോയി. സെക്ഷൻ 303 IPC ഈസ് അഗൈൻസ്റ്റ് ആർട്ടിക്കിൾ 14. കാര്യം പുറത്തുള്ള ഒരാൾ മർഡർ ചെയ്താൽ ഒരിക്കലും ഡെത്ത് പെനാൽറ്റി മാത്രമായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ജയിലിലുള്ള ഒരാൾ മർഡർ ചെയ്താൽ ഡെത്ത് പെനാൽറ്റി മാത്രമായിട്ട്? എന്താണ് അവിടുത്തെ റീസണബിൾ ക്ലാസിഫിക്കേഷൻ, എന്താണ് അവിടുത്തെ ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വന്നു. അങ്ങനെ നമ്മുടെ കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഈ പറയുന്ന സെക്ഷൻ 303 സ്ട്രൈക്ക് ഓഫ് ചെയ്തു. സെക്ഷൻ 303 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്ത കേസാണ് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. പിന്നെ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരാളുടെ നാച്ചുറൽ ലൈഫ് തീരുന്നത് വരെയുള്ള ഇംപ്രിസൺമെന്റ് ആണ് നമ്മുടെ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. സ്ക്രീൻ കാണുന്നുണ്ടോ?
ഓക്കെ ഓക്കെ. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അപ്പൊ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരാളുടെ നാച്ചുറൽ ലൈഫിന്റെ എൻഡ് വരെയാണ്. പിന്നെ ഈ പറയുന്ന ചില ഓഫൻസുകളുടെ കേസിൽ നമ്മൾ ഫൈനും പറയാറുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇംപ്രിസൺമെന്റും പറയാറുണ്ട്. അപ്പൊ ഒരാള് ഈ പറഞ്ഞ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് അതിന് ഇത്ര ഫൈൻ പറഞ്ഞു, ഈ ഫൈൻ ഇയാൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ ഒക്കെ നമ്മുടെ IPC പറയുന്നുണ്ട്. അപ്പൊ ആ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ലൈഫ് ഇംപ്രിസൺമെന്റിന് 20 ഇയർ എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ആ ഫ്രാക്ഷൻ എന്താണെന്നൊന്നും ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇത് ഏതൊക്കെയാണ് പറയുന്നതെന്നുള്ള അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. കുറച്ച് ഒഫൻസുകളിൽ മാത്രമാണ് ലൈഫ് ഇംപ്രിസൺമെന്റ് പറയാം. ലൈക്ക് എന്താണ് ഈ പറയുന്നത് പോലെ റേപ്പിന്റെ കേസിൽ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കേസുകൾ. അതായത് പോട്ടെ, അത് പോട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഇംപ്രിസൺമെന്റ്, ഡെത്ത് പെനാൽറ്റിയും ലൈഫ് ഇംപ്രിസൺമെന്റും വൺസ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വേറെ കുറച്ച് പ്രൊവിഷൻസ് വഴി ഇത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന കുറെ പ്രൊവിഷൻസ് ആണ് കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയും. കമ്മ്യൂട്ട് ചെയ്യുക, റെമിറ്റ് ചെയ്യുക, റിപ്രൈവ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ ഡെത്ത് പെനാൽറ്റിക്ക് ശിക്ഷിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇയാളെ വേണമെങ്കിൽ ഇയാളുടെ ഈ ഡെത്ത് പെനാൽറ്റി മാറ്റിയിട്ട് ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കി മാറ്റാം. അതായത് ഒരു പണിഷ്മെന്റിനെ മറ്റൊരു രീതിയിലുള്ള പണിഷ്മെന്റ് ആക്കുന്നതിനാണ് നമ്മൾ പണിഷ്മെന്റ് കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറയാം. അതുപോലെ തന്നെ റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇപ്പം ലൈഫ് ഇംപ്രിസൺമെന്റിനേക്ക് വേണ്ടി പണിഷ് ചെയ്ത ഒരാളുടെ ആ പണിഷ്മെന്റ് നീളം കുറച്ചിട്ട് 14 വർഷത്തേക്കാക്കുകയാണ്. അത് റെമിഷൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫോം മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്, ഒരാൾ പ്രഗ്നന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ അയാൾ ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ വേണമെങ്കിൽ റെസ്പെക്ട് ചെയ്യുക. ഇപ്പം മറ്റേ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമയുടെ പേര് ധ്രുവം എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനകത്ത് മറ്റേ ആള് ഹാൻഡിക്യാപ്ഡ് ആവുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, അയാളുടെ ആ ഡെത്ത് പെനാൽറ്റി മാറ്റിയിട്ട് ഇയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് ഒക്കെ ആക്കി മാറ്റില്ലേ. അതായത് അയാളുടെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അയാളുടെ പണിഷ്മെന്റ് കുറയ്ക്കുന്നതിനെ റെസ്പെക്ട് ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ 1 അല്ലേ ആയിട്ടുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ 2 പഠിക്കുന്ന 2 സാധനങ്ങളുണ്ട്. ആർട്ടിക്കിൾ 71 161 പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റും പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റും പറയാറുണ്ട്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തേക്കും മാപ്പ് അല്ലെങ്കിൽ ദയാഹർജി എന്നൊക്കെ പറയില്ലേ, മാപ്പപേക്ഷ ഒക്കെ കൊടുക്കാറുണ്ട്. അതായത് ഈ ഒരു കൺവിക്ഷൻ, ഡെത്ത് സെന്റൻസിൽ നിന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ഇത് മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവർണറിനെയോ പ്രസിഡന്റിനെയോ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ്. അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആട്ടോ. പ്രസിഡന്റിനും ഗവർണറിനും തീരുമാനിക്കുക ഇത് കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്ക് തീരുമാനിക്കാം. ഹൈക്കോടതി പറഞ്ഞൊരു വിധിയാണെങ്കിൽ ഗവർണറുടെ അടുത്ത് വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്തും പോവാം. സുപ്രീം കോടതി പറഞ്ഞൊരു വിധിയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് മാത്രമേ പോകാൻ പറ്റൂ. അതാണ് പാർഡനിങ് പവർ. ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇംപ്രിസൺമെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. റിഗറസും സിമ്പിൾ ഇംപ്രിസൺമെന്റ് ഉണ്ട്. റിഗ്രസ് എന്ന് പറയുന്നതാണ് നമ്മൾ കഠിന തടവ് എന്ന് പറയാം. സിമ്പിൾ ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ വലിയ കഠിനമായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സാധനമാണ് സോളിറ്ററി കൺഫൈൻമെന്റ്, അതായത് ഏകാന്ത തടവ് എന്നൊക്കെ പറയാറുണ്ട്. അത് റിഗറസ് ഇംപ്രിസൺമെന്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം കേട്ടോ. സോളിറ്ററി കൺഫൈൻമെന്റ്, ഏകാന്ത തടവ്, അത് റിഗറസ് ഇംപ്രിസൺമെന്റിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. ഒരു ഒഫൻഡറിന്റെ ലൈഫ് ടൈമിൽ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഏറ്റവും മാക്സിമം 3 മാസം വരെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അറ്റ് എ സ്ട്രെച്ചിൽ 14 ഡേയ്സ് വരെ കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നാള് ഒരാളെ ഒരു മുറിയിൽ വേറെ ആളുകളോടും കോണ്ടാക്ട് ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്തായി പോകും. അതുകൊണ്ടാണ് അറ്റ് എ സ്ട്രെച്ച് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുള്ളൂ, 14 ഡേയ്സ് വരെ കൊടുക്കാൻ പാടുള്ളൂ. ഒരു ടോട്ടൽ ഓഫ് 3 മാസത്തിൽ കൂടുതൽ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല, സോൾട്ടറി കൺഫൈൻമെന്റും കൊടുക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മുടെ പണിഷ്മെന്റ്സിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ച് തിയറീസ് ഉണ്ട് കേട്ടോ. തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി നമ്മൾ 4 തിയറീസ് ആണ് പറയാ. ഏതൊക്കെയാണ്? റിട്രിബ്യൂട്ടീവ് തിയറി, ഡിറ്ററന്റ് തിയറി, പ്രിവെന്റീവ് തിയറി ആൻഡ് റിഫോർമേറ്ററി തിയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിട്രിബ്യൂട്ടീവ് തിയറി എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ഐ ഫോർ ആൻ ഐ ടൂത്ത് ഫോർ എ ടൂത്ത് എന്ന് പറയുന്ന ഒരു സാധനമാണ് റിട്രിബ്യൂട്ടീവ് തിയറി. എന്ന് പറഞ്ഞാൽ ഒരു ഒഫൻഡറിനെ കൊടുക്കുന്ന ആ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് അയാൾ ചെയ്ത കുറ്റത്തിനോട് അപ്രോക്സിമേറ്റ്ലി അത്രയും തന്നെ സിവിയർ ആയിട്ട് ആളെ കൊണ്ട് സഫർ ചെയ്യിപ്പിക്കുക, ആ ഒരു വെഞ്ചൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രതികാരം വിക്ടിമിന് ആ ഒരു പ്രതികാരം അടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറി എന്നുള്ള രീതിയിലാണ് റിട്രിബ്യൂട്ടീവ് തിയറി പറയുക. പിന്നെ വരുന്നതാണ് ഡിറ്ററൻസ് തിയറി. ഡിറ്ററൻസ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരാളുടെ പണിഷ്മെന്റ് കണ്ടുകൊണ്ട്
അതായത് ഇപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് കണ്ടുകൊണ്ട് മറ്റൊരാളിനി ആ പണിഷ്മെന്റ് ചെയ്യാതിരിക്കുക, ഒരാളെ ബാക്കിയുള്ള സൊസൈറ്റിക്ക് ഫുള്ളും എക്സാമ്പിൾ ആയിട്ട് ആക്കുക, ടു പ്രിവെന്റ് ദ റോങ് ഡൂവർ ഫ്രം ഡൂയിങ് എ റോങ് ദ സെക്കൻഡ് ടൈം ആൻഡ് ഓൾസോ ടു മേക്ക് ഹിം ആൻ എക്സാമ്പിൾ ടു അതർ പേഴ്സൺ ഹു ഹാവ് ക്രിമിനൽ ടെൻഡൻസീസ്. ഇപ്പം ഒരു മോഷണം ചെയ്ത ഒരാളുടെ കൈ വെട്ടിക്കളയാണ്. ഇപ്പം മോഷണം ചെയ്ത ആളുടെ കൈ വെട്ടിക്കളഞ്ഞാൽ അയാൾ ഇനി മോഷ്ടിക്കുകയും ചെയ്യില്ല. അതുപോലെ തന്നെ വേറൊരാൾ ഇപ്പം പബ്ലിക് ഹാങ്ങിങ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഹാങ്ങിങ് എന്ന് പറയുമ്പം ഹാങ്ങിങ് ടിൽ ഡെത്ത് ആണെങ്കിലും അതൊരു ഒറ്റ മുറിയിൽ വേറെ ആരെയും കാണിക്കാതെ മാക്സിമം ഡിഗ്നിറ്റി ഓഫൻഡറിനും കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഹാങ്ങിങ് നടത്തുക. പക്ഷെ ഈ പറയുന്ന പണ്ടുള്ള പബ്ലിക് ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്ന എന്തിനായിരുന്നു, ഈ ഒരു പബ്ലിക് ഹാങ്ങിങ് കണ്ടോണ്ട് ഈ ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗതി വരും എന്ന ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഈ പബ്ലിക് ഹാങ്ങിങ്ങും പബ്ലിക്കായിട്ട് കൈവെട്ടലും. ഇപ്പോഴും അറബ് നിയമങ്ങളൊക്കെ നോക്കുക, പബ്ലിക്കായിട്ട് ചാട്ടവാറടി കൊടുക്കാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അതെല്ലാം ഒരു ഡിറ്ററൻസ് നമുക്ക് പറയാം, ടു പ്രിവെന്റ് ദ റോങ് ഡൂവർ ആസ് വെൽ ആസ് എന്താണ് ബാക്കിയുള്ളവർക്ക് ഇയാളൊരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിറ്ററൻസ് തിയറി ആയിട്ട് പറയാറ്. പിന്നെ അടുത്താണ് പ്രിവെന്റീവ് തിയറി. പ്രിവെന്റീവ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഫൻഡർ ഇനി ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ അയാളെ പിടിച്ച് ജയിലിൽ ഇടുക, അയാളെ കൊന്നു കളയുക, അങ്ങനെയുള്ള കാര്യം എന്താണ്, അയാളെ ഡിസേബിൾ ചെയ്ത് കളയുക. ഇപ്പം റേപ്പ് ചെയ്യുന്നതാണ് അയാളെ ഇമാസ്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ മെയിൽ സെക്സ് ഓർഗൻ കട്ട് ചെയ്ത് കളയുക. അതൊക്കെ എന്താണ് പ്രിവെന്റീവ് തിയറിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ടു പ്രിവെന്റ് ഒഫൻഡർ ഫ്രം ഒഫൻഡിങ് അഗെയിൻ ഇൻ ഫ്യൂച്ചർ ബൈ ഡിസേബിളിംഗ് ഹിം. അയാൾക്ക് ഒരു ഡിസേബിലിറ്റി കൊടുത്തുകൊണ്ട് അയാളെ ഒഫൻസ് ചെയ്ത് പിന്തിരിപ്പിക്കുന്ന തിയറിയാണ് പ്രിവെന്റീവ് തിയറി. പിന്നെ ഏറ്റവും ഒരു സാന്ത്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ് റിഫോർമേറ്റീവ് തിയറി. ഈ റിഫോർമേറ്റീവ് തിയറിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എന്താണ്, അവരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്മ മരങ്ങളായിട്ട് നമുക്ക് പറയാം അല്ലെ. അതെന്താണ്, ടു റിഫോം ദ ഒഫൻഡർ ആൻഡ് ബൈ ഗിവിംഗ് സം വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ആർട്ട്, ക്രാഫ്റ്റ് ഓർ ഇൻഡസ്ട്രി, ഇനേബിളിംഗ് ഹിം ടു ലീഡ് എ ഗുഡ് ലൈഫ് ആൻഡ് ബിക്കം എ റെസ്പെക്ടബിൾ സിറ്റിസൺ ഓഫ് സൊസൈറ്റി ആഫ്റ്റർ റിലീസ്. ഇയാൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ലവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് കുറച്ച് ട്രെയിനിങ്ങുകളും കുറച്ച് എന്താണ് ജോലികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ ഒഫൻഡർ, അതായത് നമ്മൾ പറയാറുണ്ട് രോഗിയല്ല രോഗത്തെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അപ്രോച്ചാണ് റിഫോർമേറ്റീവ് തിയറിയുടെ അപ്രോച്ച്. അതുപോലെ ഒഫൻഡറിനെ അല്ല ഒഫൻസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അയാളുടെ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കി അയാൾക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ കൊടുത്ത് നന്നാവാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളൊരു തിയറിയാണ് റിഫോർമേറ്റീവ് തിയറി. നമ്മൾ മോഡേൺ ഡേയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇന്ത്യ ഏതാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചർ, ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു തിയറിയാണ് നമ്മുടെ ഇന്ത്യ പ്രാക്ടീസ് ചെയ്യുന്നത് പറയാം. അതാണ് ഒരു മോഡേൺ തിയറി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഇപ്പം ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ഓപ്പൺ കോർട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ ഇപ്പൊ നമ്മുടെ ഫ്രീഡം മൂവ്മെന്റ്, ഫ്രീഡം ചപ്പാത്തിയൊക്കെ ഇല്ലേ, അതെല്ലാം ഒരു റിഫോർമേറ്റീവ് തിയറിയുടെ ഒരു സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഉണ്ട്. അതായത് 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം 21 വയസ്സ് താഴെയുള്ളവരാണെന്നാണ് എൻ്റെ ഒരു ധാരണ, 5 ഇയേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളോ അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള സ്ത്രീകളോ ആണെങ്കിലും ഇവർ ആദ്യമായിട്ട് ഒരു ഒഫൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കോഡ് ഹാവ് ദ എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തിൽ താഴെ വരുന്ന പണിഷ്മെന്റുകളാട്ടോ. 3 വർഷത്തിൽ താഴെ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസസ് ഒക്കെയാണ് ഇവർ കമ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രൊബേഷൻ കൊടുത്തു വിടാൻ, അതായത് താക്കീത് കൊടുത്തു വിടാൻ, അവരെ നല്ല നടപ്പിന് വിടാനൊക്കെ ഉള്ള അധികാരമൊക്കെ നമ്മുടെ കോടതിക്ക് കൊടുക്കുന്നത് ഈ ഒരു റിഫോർമേറ്റീവ് തിയറിയുടെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് 4 തിയറീസ്. നമ്മൾ ടൈപ്പ് ഓഫ് ഒഫൻസസ് പറഞ്ഞു. പിന്നെ എത്ര മണിയായി? 5:30 എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും അബറ്റ്മെന്റും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അബറ്റ്മെന്റ് പറയുന്നത് സെക്ഷൻ 107 മുതൽ 120 വരെയാണ്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, എയ്ഡ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സാധനമാണ് അബറ്റ്മെന്റ്. 107 മുതൽ 120 IPCയിലാണ് ഈ പറയുന്ന ഡെഫിനിഷൻ ഓഫ് അബറ്റ്മെന്റ് വരിക. പിന്നെ ഈ അബറ്റ്മെന്റ് പൊതുവെ നമുക്ക് 3 തരത്തിൽ പറയാം. വൺ ഈസ് അബറ്റ്മെന്റ് ബൈ ഇൻസ്റ്റിഗേഷൻ, അനദർ വൺ ഈസ് അബറ്റ്മെന്റ് ബൈ എയ്ഡ് ആൻഡ് തേർഡ് വൺ ഈസ് അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസി. അപ്പൊ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അബറ്റ്മെന്റ് ബൈ ഇൻസ്റ്റിഗേഷൻ എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനകത്ത് നിങ്ങൾ ക്യൂൻ വേഴ്സസ് മോഹിത്ത് എന്ന് പറയുന്ന ഒരു കേസ് കണ്ടു കാണും. ക്യൂൻ വേഴ്സസ് മോഹിത്ത് 1871 കേസാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ നമ്മൾ തടയാതിരുന്നു കഴിഞ്ഞാലും ഇത് ഇൻസ്റ്റിഗേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇതിനകത്ത് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് എന്താണ്, ഞാനിപ്പോ തീ ചാടും എന്നും പറഞ്ഞുകൊണ്ട് അവർ ചാടാൻ പോവാണ്. അപ്പോഴത്തേക്ക് ഇവരൊക്കെ ഈ കൂട്ടത്തിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഒരു എന്താണ് സപ്പോർട്ട് കൈയടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ചാടാനുള്ള ടെൻഡൻസി കൂടുതലല്ലേ. അപ്പൊ ഇതിനകത്ത് ഈ സ്ത്രീ പോയിട്ട് സതി കമ്മിറ്റ് ചെയ്തു. അപ്പൊ അതിനകത്ത് കോടതി കേസ് എടുത്തിട്ട് പറഞ്ഞതാണ് ഇവരെന്ത് ചെയ്തു, ഇവര് സതി കമ്മിറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിഗേഷൻ അവിടെ
അത് അവിടെ ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിഗേഷൻ നടത്തി എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേസിൽ പറഞ്ഞത്. ഇനി അബറ്റ്മെന്റ് ബൈ എയ്ഡ്, നമ്മൾ നേരത്തെ അരുണിനെ കൊല്ലാൻ വേണ്ടി തരുൺ എനിക്ക് കത്തി അയച്ചെന്ന കാര്യം പറഞ്ഞല്ലോ, അതാണ് ഒരു എയ്ഡ് കൊടുക്കുക, ഒരു ചിലപ്പോൾ അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ ക്രൈം കമ്മിറ്റ് ചെയ്തതിന് ശേഷം വേറൊരാളെന്നെ വണ്ടിയിൽ വന്നു. ഇപ്പൊ 2020 ക്ലൈമാക്സിൽ ജയറാം വണ്ടി കൊണ്ടുവരുമല്ലോ, അതെന്താണ്, അതും അബറ്റ്മെന്റ് ആണ് അല്ലെ, എയ്ഡ് ചെയ്യാണ് ഒരാളെ ക്രൈം കമ്മിറ്റ് ചെയ്തതിനു ശേഷം രക്ഷപ്പെടാൻ വേണ്ടി എയ്ഡ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസി, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസി ആണെന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് പഠിച്ചാൽ മതി. അപ്പം അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസിയുടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു തീവ്സ്, കുറച്ച് കള്ളന്മാർ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് മെയ്ഡ് എന്ത് ചെയ്യാണ്, ഡോറ് തുറന്നിട്ട് കൊടുത്താൽ അത് അബറ്റ്മെന്റ് ബൈ കോൺസ്പിറസിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കോൺസ്പിറസി കൂടുതൽ പറയുന്നത് സെക്ഷൻ 120A-യിലും 120 കൂടുതലെന്നല്ല, കോൺസ്പിറസി ഒഫൻസ് ആയിട്ട് പറയുന്ന പ്രൊവിഷൻ ആണ് 120A-യും 120B-യും. അതിനകത്ത് അവിടെയും മിനിമം 2 ആളുകൾ വേണം. അതുപോലെ തന്നെ അവിടെ ഒരു എഗ്രിമെന്റ് വേണം. ഒരു ഇല്ലീഗൽ ആക്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഫുൾ ആക്ട് ഇല്ലീഗൽ മീൻസിലോ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വേണം എന്നുള്ളതാണ് ക്രിമിനൽ കോൺസ്പിറസിയുടെ ബേസിക് സാധനങ്ങൾ. അവിടെ ഒരു ഒഫൻസ് ഉണ്ടാവണം, അത് ഫോർബിഡൻ ബൈ ലോ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ 2 കൂടുതൽ ആളുകൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി 120A-യിലും 120B-യിലും പറയുന്നത്. 120A-യിലാണ് എന്താണ് ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത്, 120B-യിലാണ് അതിന്റെ പണിഷ്മെന്റ് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള സാധനമാണ് ജനറൽ എക്സെപ്ഷൻസ്. ജനറൽ എക്സെപ്ഷൻസ് മാത്രം എടുക്കാൻ വേണം നമുക്ക് 1.5 മണിക്കൂർ. എന്നാലും ജസ്റ്റ് ഏതൊക്കെയാണ് ജനറൽ എക്സെപ്ഷൻസ് മാത്രം ഇപ്പൊ പറയാം. നമുക്ക് 76 മുതൽ 106 വരെയാണ് ജനറൽ എക്സെപ്ഷൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ ഒഫൻസുകൾ നമ്മൾ പറയുന്നത് IPC-യിലാണ്. പക്ഷെ ഈ ഒഫൻസുകളിൽ നിന്ന് നമുക്ക് സ്കൂട്ട് ആവാനുള്ള കുറച്ച് മാർഗം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ 76 മുതൽ 106 വരെയുള്ള ജനറൽ എക്സെപ്ഷൻസ്. ജനറൽ എക്സെപ്ഷൻസ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്, ബേർഡൻ ഓഫ് പ്രൂഫ്. പൊതുവെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബേർഡൻ ഓഫ് പ്രൂഫ്, അതായത് കുറ്റം തെളിയിക്കേണ്ട ചുമതല ആരുടെ തലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ തലയിലാണ്, പ്രോസിക്യൂഷന്റെ തലയിലാണ് ഈ പറയുന്ന ബേർഡൻ ഓഫ് പ്രൂഫ് വരിക. പക്ഷെ ജനറൽ എക്സെപ്ഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും അക്യൂസ്ഡ് ആണ് അവിടെ എന്ത് പറയാ, ഇന്ന സാഹചര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രൈം ചെയ്തത്, അതുകൊണ്ട് എന്നെ ഈ ഒരു ക്രൈമിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അക്യൂസ്ഡ് ആണ് അവിടെ വാദിക്കുന്നത്. അപ്പം അക്യൂസ്ഡിന്റെ തലയിലാണ് എന്ത് വരിക, ഈ എക്സെപ്ഷൻ, ഇയാൾ ചെയ്ത ക്രൈം ഈ പറഞ്ഞ ഇത്ര സെക്ഷൻ ഓഫ് ജനറൽ എക്സെപ്ഷനകത്ത് വരും എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ്, ഈ പറഞ്ഞ ഒഫൻഡർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ജനറൽ എക്സെപ്ഷൻസ് ആണ് നമ്മൾ 76 മുതൽ 106 വരെ പറയുക. അതിൽ തന്നെ 95 വരെയുള്ള സെക്ഷൻസ് പ്രൈവറ്റ് അല്ലാത്തതും, അത് കഴിഞ്ഞ് 96 മുതൽ 106 എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസസ് ആണ്. നമ്മുടെ ബോഡിക്കെതിരെ വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫൻസസ് ആണ് 96 മുതൽ 106 വരെ. സോ 76 ആൻഡ് 79 പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. നിങ്ങൾ പഠിച്ചു കാണും, ഒരു മാക്സിം ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പഠിച്ചാണ്. എന്താണ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതുപോലെ തന്നെ ഇഗ്നോറൻഷ്യ ഫാക്ട് എക്സ്ക്യൂസാറ്റ്. ഫാക്ട് ആണെങ്കിൽ എക്സ്ക്യൂസാറ്റ് ആണ്, പക്ഷെ ലോ ആണെങ്കിൽ എക്സ്ക്യൂസബിൾ അല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ടോർട്ടിനകത്താണ് കേട്ടോ, നിങ്ങൾ പഠിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ടോർട്ടിൽ പൊതുവെ ഇതുണ്ട്. പിന്നെ ജുഡീഷ്യൽ ആക്ട് ആണ് 77-ലും 78-ലും പറയുന്നത്. ആക്സിഡന്റ് സെക്ഷൻ 80, നെസസിറ്റി 81, ഇൻഫൻസി 82 and 83, 81, ഇൻഫൻസി 82 and 83, insanity 84, intoxication and drunkenness 85 and 86, consent 87 to 81, act in good faith 92, communication made in good faith 93, act done under compulsion or that 94, act trivial acts അല്ലെ ട്രിഫിൾസ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ 95, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് 96 to 106. പിന്നെ നമുക്ക് ബേസിക്കലി ഓഫൻസുകളെ ഓഫൻസ് അഗൈൻസ്റ്റ് ബോഡി, ഓഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ്, ഓഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ള പിന്നെന്താണ് ഓഫൻസ് അഗൈൻസ്റ്റ് ട്രാങ്ക്വിലിറ്റി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ പല ഒഫൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ നമുക്ക് ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലായോ? ഞാൻ സാധാ ഇത്ര ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആളല്ല. എനിക്കറിയില്ല ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജനറൽ എക്സെപ്ഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ പേസ് കുറച്ചിട്ട് കുറെ കേസ് ലോസ് ഒക്കെ, ജനറൽ എക്സെപ്ഷൻ പഠിക്കുമ്പോൾ കുറെ കേസ് ലോസ് പഠിക്കാറുണ്ട്. മാക്സിമം കേസ് ലോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് നെറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേയോ സൺഡേയോ. മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ? മോർണിംഗ് ഒരു 10:30 11 ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണോ?
2 പേർക്ക് നാളെ ക്ലാസ് ഇല്ല. ഇന്ന് സാറ്റർഡേ, ഞാൻ സൺഡേ, സോറി ഇന്ന് സൺഡേ അല്ലേ, നാളെ മൺഡേ എനിക്ക് വൈകുന്നേരം വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഓ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഓക്കെ ആണെന്ന് ഓക്കെ. ഓക്കെ, നോക്കട്ടെ. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ തേഴ്സ്ഡേ എനിക്ക് ക്ലാസ് ഉണ്ടാവില്ല, അപ്പം തേഴ്സ്ഡേ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടെ വൈഫൈ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് പറ്റുള്ളൂ. നോക്കട്ടെ, തേഴ്സ്ഡേ ആണെങ്കിൽ ഞാൻ നേരത്തെ സുബോധനോട് പറഞ്ഞേക്കാം. തേഴ്സ്ഡേ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ വൈഫൈ ഇല്ലാതെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു PPT ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പ് ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഞാൻ പറയുന്ന സമയത്ത് ആ PDF നോക്കിയാൽ മതിയല്ലോ. ഇന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സുബോധിന്റെ അടുത്ത് ചോദിച്ചാൽ മതി നമ്പർ. ഓക്കെ, അത്യാവശ്യം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും സുബോധിനെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.